നമ്മുടെ മധ്യയുള്ളതായ തേജസ്സേറിയ ദൈവസാന്നിധ്യത്തിനായി ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരും ഇനിയും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന് കൊതിക്കുന്നവരും ഒരല്പസമയം കരങ്ങൾ ഉയർത്തിയാട്ട്. തേജസ്സേറിയ ദൈവസാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവരും ആ സാന്നിധ്യത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ആ സാന്നിധ്യം കൂടുതൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും കരങ്ങൾ ഉയർത്താം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് സ്തോത്രം ഒഴുകിക്കൊണ്ടേ ഇരിക്കട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം ദൈവസാന്നിധ്യത്തെ ഇവിടെ പിടിച്ചു നിർത്തും. സ്തോത്രം ദൈവസാന്നിധ്യത്തെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരും. സ്തോത്രം ദൈവസാന്നിധ്യത്താൽ നിങ്ങളെ വലയം ചെയ്യും. സ്തോത്രം നിങ്ങളെ ദൈവസ്ഥയിലെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം പറയാൻ അറിയാവുന്നവർ, അന്യഭാഷയിൽ സ്തോത്രം പറയാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രത്തിന്റെ ഒരു ആരവം ഇവിടെ മുഴങ്ങട്ടെ. സ്തോത്രത്തിന്റെ ഒരു വലിയ സുനാമി ഇവിടെ അലയടിക്കട്ടെ. നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അവശേഷിക്കുന്ന അന്ധകാര ശക്തികളെയും ആട്ടിയോടിക്കും. നമുക്ക് തിരുവചന ധ്യാനത്തിനായിട്ട് ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 40-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം മാത്രം ദയവായി വായിക്കാം. 2 ശമൂവേൽ 22-ാം അധ്യായം 40-ാം വാക്യം, അതിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കും. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് ഈ ചാത്തന്നൂർ സുവിശേഷ യോഗത്തിൽ ഇവിടെ വന്ന് ഇരിക്കുന്നവരും ഒരുപക്ഷെ ഞങ്ങളുടെ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഈ സുവിശേഷ യോഗത്തിന്റെ ഫലമായി എനിക്ക് എന്റെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന പ്രതീക്ഷിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒന്ന് കരമുയർത്തിയാട്ടെ. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഞാനിന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു നന്മ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയാട്ടെ. എനിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ടോ? ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് കർത്താവേ, ഞാൻ പോകുന്ന പാത അറിയുന്നുവല്ലോ, അവിടുന്ന് എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ വലിയ പ്രതിസന്ധികളെ നേരിടുന്നു, എന്റെ മുൻപിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഞാൻ വിശ്വാസത്തോടെ ഇന്നിവിടെ വന്നിരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. നിന്റെ കാര്യം ദൈവം കാണുകയാണ്. നിനക്ക് എന്തെങ്കിലും ദൈവം തരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? കരമുയർന്നിരിക്കട്ടെ. സ്വർഗം കാണുകയാണ്, നിന്റെ വിശ്വാസം അവൻ കാണുന്നു. സ്തോത്രം. നമ്മൾ വായിച്ച കുറിവാക്യത്തെ ആസ്പദമാക്കിയിട്ട് ദൈവം നിങ്ങൾക്ക് എന്ത് തരുമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. വിശ്വസിക്കുന്നവരെന്ന് നിങ്ങൾ വിശ്വാസമുള്ളവരാണോ? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം, ഒരു വെളിച്ചം കാണട്ടെ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ആരംഭത്തിലെ സുവിശേഷമായി പറയുക, വായിച്ച കുറിവാക്യം, യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. ഉണർത്തിയപ്പോഴും മഹാശക്തിയെക്കുറിച്ച് പറഞ്ഞു. ദൈവം നിനക്ക് ശക്തി തരും. എനിക്ക് ആവശ്യം മറ്റു പലതുമാണെന്ന് പറയുന്നു. ആ ശക്തിയുണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ട്. എന്തുകൊണ്ട്? ഈ ലോകത്തിൽ ഏത് ബലവാനും ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും അവൻ വെറും വിശ്വാസം മാത്രമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. 39-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലുണ്ട്, വായിക്കണ്ട. ഏത് മനുഷ്യനും, അതായത് അമേരിക്കൻ പ്രസിഡന്റോ അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യയോ മിസ്റ്റർ യൂണിവേഴ്സോ, താൻ ഉറച്ചു നിന്നാലും വെറും ഒരു ശ്വാസം മാത്രമാണ്. ഹന്ന ഒരിക്കൽ പ്രകാരം പറഞ്ഞു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല, സ്വന്തം ശക്തിയാൽ
ഒരാളും ജയിക്കാൻ പോകുന്നില്ല. എന്നാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ അവരെല്ലാവരെക്കാളും അധികം അധ്വാനിച്ചു, എങ്കിലും ഞാനല്ല. എന്നിട്ട് താൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഏത് പ്രതിസന്ധിയിൽ കൂടെ പോയാലും എന്റെ മുൻപിൽ എന്തെല്ലാം നേരിട്ടാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്റെ കൂടെ ഏറ്റു പറയാമോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ ദൈവം വന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പേരെന്താ? എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആരാണ് എന്റെ യേശു? നിങ്ങളുടെ യേശു ആരാണ്? നമുക്ക് ഒരുമിച്ച് പറയാം. ഇന്ന് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? അവൻ എന്നെ ശക്തനാക്കുന്നവനാണ്. അവൻ എന്നെ ശക്തനാക്കുന്നവനാണ്. തന്റെ വചനത്താൽ, തന്റെ കൃപയാൽ, തന്റെ അഭിഷേകത്താൽ, തന്റെ സാന്നിധ്യത്താൽ, തന്റെ കരത്താൽ അവൻ എന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തും ക്രിസ്തുവിനാലേ എല്ലാം ചെയ്തിട ബലൻ. കൈയടിച്ചു പാടാം സന്തോഷത്തിൽ. ബലപ്പെടുത്തും ക്രിസ്തുവിനാലേ എല്ലാം ചെയ്തിട ബലനുണ്ട് എനിക്ക്. കൈകളൊക്കെ അടിക്കാം, സന്തോഷത്തോടെ പാടാം. എന്നെ ബലപ്പെടുത്തും ക്രിസ്തുവിനാലേ എല്ലാം ചെയ്തിട ബലനുണ്ട് എനിക്ക്. 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 ഹല്ലേലൂയ. അന്യഭാഷകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ശക്തിയോടെ ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവവചനം കേൾക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഗുരുവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2 ശമൂവേൽ 22:40. യുദ്ധത്തിനായി നീ എന്നെ അരയ്ക്ക് ശക്തി കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുൻകാലങ്ങളിൽ മനുഷ്യർ ചില കഠിനമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ അരക്കെട്ടാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ മുൻപിലുള്ള ടാസ്ക് ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ ഉയർത്തുന്ന കഠിന അധ്വാനം ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശാരീരികമായും മാനസികമായുമുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് അവർ അരക്കെട്ടും. എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ നേരിടുവാൻ മാനസികമായി ഒരുങ്ങിയിരിക്കുന്നു, ശാരീരികമായി ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഇനി അതിനെ കണ്ട് ഭയപ്പെടുവാൻ പോകുന്നില്ല. ഞാൻ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നാൽ ഇവിടെ ദാവീദ് ചെറുപ്രായത്തിലെ ദൈവസ്നേഹത്തെ അനുഭവിച്ചവൻ, ചെറുപ്രായത്തിലെ ദൈവകൃപ പ്രാപിച്ചവൻ, ചെറുപ്രായത്തിലെ ദൈവത്താൽ യുദ്ധങ്ങളെ ജയിച്ചവൻ, തന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിൽ താൻ തന്റെ വിജയരഹസ്യം ലോകത്തോട് പരസ്യമാക്കുകയാണ്. എന്തായിരുന്നു എന്റെ വിജയരഹസ്യം എന്നത്? എനിക്ക് വേണ്ടി എന്റെ ദൈവം എന്റെ അരകെട്ടി. ഞാൻ ദുർബലനായിരുന്നു, ഞാൻ ബാലനായിരുന്നു, ഞാൻ എളിയവനായിരുന്നു, ഞാൻ മുറയായി ശരിയായിട്ട് ഔപചാരികമായിട്ട് യുദ്ധാഭ്യാസം നേടിയവനല്ല. എന്നാൽ അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തി. എന്റെ കൈകളെ അവൻ പിടിച്ച് താമ്രഛാപം കുലയ്ക്കുന്നു. പിന്നീട് പറയുന്നു, അവൻ യുദ്ധത്തിനായിട്ട് എനിക്ക് അരകെട്ടി. മാതാപിതാക്കൾക്കറിയില്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ രാവിലെ നിങ്ങൾ അവരെ തട്ടി ഉണർത്തുന്നു, നിങ്ങൾ അവരെ പല്ല് തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു.
നിങ്ങൾ അവർക്ക് ഉടുപ്പിടുന്നു, നിങ്ങൾ അവർക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു, ടൈ കെട്ടി കൊടുക്കുന്നു, നിങ്ങൾ അവർക്ക് ചുറ്റുപാത്രത്തിൽ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു, ഒരു ഉമ്മയും കൊടുത്ത് നിങ്ങൾ പറഞ്ഞു വിടുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നവൻ ചെല്ലുന്നു, അവൻ തന്റെ ആ സ്കൂളിൽ തന്റെ മേഖലയിലെല്ലാം ഉത്സാഹമുള്ളവനായി ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്നു. എന്താണ് കാരണം? അരകെട്ടുന്ന ഒരാൾ എന്റെ പിന്നിലുണ്ട്. എനിക്കങ്ങനെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ദാവീദ് പറയുന്നത് പോലെ നിങ്ങൾക്കും പറയാമോ, എന്നെ അരകെട്ടുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിന്നെ അരക്കി കെട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എപ്പോഴാണ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യർ അരകെട്ടുന്നത്? മുൻകാലങ്ങളിൽ മോട്ടോർ വാഹനങ്ങളൊന്നുമില്ല, നല്ല റോഡുകളില്ല, നല്ല വഴികളില്ല, ടണലുകളില്ല. ദുർഘട യാത്ര എന്ന് പറയുന്നത് ദുഷ്കരമായിരുന്ന ഒരു മുൻകാലം ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യർ ഒരു യാത്രയ്ക്കിറങ്ങുമ്പോൾ മുൻപിലുള്ള വഴികൾ ദുർഘടമാണ്, പ്രതികൂല സാഹചര്യങ്ങളൊക്കെയാണ്. വാഹനങ്ങളിൽ എത്രയോ നാളുകൾ ചിലപ്പോൾ എടുത്തേക്കാം, വഴിയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നേക്കാം. അവർ അതിനുവേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങുന്നതിനെയാണ് യാത്രയ്ക്ക് വേണ്ടി. ക്ലേശകരമായൊരു യാത്ര ചെയ്യുവാൻ അവർ അരകെട്ടി യാത്ര തുടങ്ങുന്നു. ഇവിടെ നമുക്കൊരു യാത്ര ചെയ്യുവാനുണ്ട്. ആ യാത്രയ്ക്കായി എന്നെയും നിങ്ങളെയും ഒരുക്കി അരകെട്ടി പറഞ്ഞു വിടുന്നത് ആരാണ്? നമ്മുടെ യേശുവാണ്, നമ്മുടെ ദൈവമാണ്. സ്തോത്രം. അടുത്തതായിട്ട് എന്തിനാണ് അരകെട്ടുന്നത്? മുൻകാലങ്ങളിൽ അടിമകളുണ്ടായിരുന്നു. തങ്ങളുടെ യജമാനന്മാരെ സേവിക്കണം. സ്വന്തം ആരോഗ്യം നോക്കുവാൻ സമയമില്ല, തന്റെ സ്വന്തം സുഖങ്ങൾ നോക്കുവാൻ അവർക്ക് സമയമില്ല, അവകാശമില്ല. യജമാനനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരേ ഒരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ അവർക്ക് സാധാരണഗതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് അവർ അരകെട്ടി മാനസികമായും ശാരീരികമായും തങ്ങളെ ഒരുക്കി യജമാനനെ അവർ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് എപ്പോഴാണ് അരകെട്ടുന്നത്? മുൻകാലങ്ങളിൽ കൂടെ കൂടെ യുദ്ധങ്ങൾ നേരിടുമായിരുന്നു. ഞാൻ മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇന്ന് മനുഷ്യന്റെ യുദ്ധക്കൊതിക്ക് അവസാനം വന്നിട്ടില്ല. ഇന്ന് മനുഷ്യൻ രക്തദാഹിയായി തന്നെയാണ് അലിയുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്തെ ആയുധങ്ങളില്ലല്ലോ, ഇന്നത്തെ കാലം പോലുള്ള അത്യാധുനിക യുദ്ധമുറകളില്ലല്ലോ. എന്നാ നേരിട്ട് ചെന്ന് വടപൊരുതേണ്ടതാണല്ലോ. അപ്പോൾ പടയാളി അല്ലെങ്കിൽ ആ യുദ്ധക്കളത്തിൽ പോകുന്നവൻ അവൻ അരകെട്ടി ആ യുദ്ധത്തിനായി ചെല്ലും. എന്നാൽ ഒരു യാത്രയ്ക്കായിട്ടോ ഒരു സേവനത്തിനായിട്ടോ ഒരു യുദ്ധത്തിനായിട്ടോ നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളെ അരക്കി കെട്ടി പറഞ്ഞയക്കുന്ന ഒരു ദൈവമുണ്ട്. എന്താണ് നിങ്ങളെ അരക്കി കെട്ടുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ ബൈബിൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെയ്യേണ്ട യാത്രയ്ക്ക് വേണ്ടതായ ബലം തന്ന് നിങ്ങളെ അവൻ പറഞ്ഞു വിടും. നിങ്ങൾ ചെയ്യേണ്ട സേവനത്തിന് അവൻ നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങൾ പൊരുതേണ്ട യുദ്ധത്തിനായിട്ട് ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് ഇപ്പോൾ പാടിയത്, എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനാൽ എല്ലാം ചെയ്യുവാൻ എനിക്ക് ബലമുണ്ട്. ഞാൻ ദുർബലനെന്ന് ആരെങ്കിലും ഇവിടെ പറയുന്നു? പറയരുത്, ആരും അത് പറയരുത്. നിങ്ങൾ പറയണം, ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല, എന്നാൽ ഇടറിയവരോ ബലം ധരിക്കുന്നു. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ആകയാൽ നമുക്കിന്ന് സുവിശേഷം, ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുകയാണ്. എന്താണ് ഈ സുവിശേഷം? റോമാലേഖനം 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷം എന്നത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം അത് അതിമഹത്തായ ദൈവശക്തിയെ ഉൾക്കൊണ്ടതാണ്. ആ ഭാഗം കണ്ടെങ്കിൽ വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവം നിങ്ങളെ ഇന്ന് ബലപ്പെടുത്തും. ഈ സുവിശേഷം നിങ്ങളുടെ നേരെ വരുമ്പോൾ ഹൃദയവാതിൽ മലർക്കെ തുറന്നു കൊടുക്കൂ. സുവിശേഷം ഉള്ളിൽ വരുമ്പോൾ അത് നിങ്ങളെ രക്ഷയ്ക്കായി ദൈവശക്തിയായി വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആദ്യ വിഷയത്തിലേക്ക് വരാം. ഒരു യാത്ര നമ്മുടെ മുൻപിലുണ്ട്. ആ യാത്രയ്ക്കായിട്ട് നമുക്ക് ബലമാവശ്യമാണ്. നമ്മളെ ബലപ്പെടുത്തുന്നവൻ ദൈവമാണ്. എന്താണ് നമ്മുടെ മുൻപിലുള്ള യാത്ര? അതിനെ പഴയ നിയമത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു സംഭവം നമുക്ക് നോക്കാം.
അബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബ് തന്റെ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഈജിപ്റ്റ് എന്ന ഒരു വലിയ സാമ്രാജ്യത്തിൽ ശീതളമായ ഒരു ജീവിതം പ്രതീക്ഷിച്ച താൻ അവിടെ ചെന്നു. താൻ അവിടെ പാർത്തു. തന്റെ തലമുറകൾ ആ ദേശത്ത് വർദ്ധിച്ചു പെരുകി. 70 പേരായി പോയവർ ലക്ഷങ്ങളായി പെരുകി. ഇപ്പോഴാണ് മിസ്രയീം എന്ന മഹാസാമ്രാജ്യത്തിന്റെ അധിപന് ഒരു ദുർബുദ്ധി തോന്നിയത്. ഇത്രയും വലിയ മാൻ പവർ നമുക്കുണ്ട്, നമ്മുടെ സാമ്രാജ്യത്തിന് വേണ്ടി അടിമപ്പണിക്കായിട്ട് നമുക്ക് വരെ ഉപയോഗിക്കാം. ദൈവത്തിന് മഹത്വം. അവിടെ VIP-കളായി ചെന്ന് പാർത്തവരാണ്. കാലക്രമേണ ഇവർ അവിടുത്തെ അടിമകളായി മാറി. ഒരുവിധമായ അവകാശവുമില്ലാത്ത, ഒരുവിധമായ സ്വാതന്ത്ര്യവുമില്ലാത്ത കഠിനമായ അടിമപ്പണി ചെയ്ത് ഒടുവിൽ അവരവിടെ നിലവിളിക്കുവാൻ തുടങ്ങി. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവത്തിൻ്റെതായ സമയത്ത് ആ അടിമദേശത്ത് നിന്ന്, ആ മഹാസാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം മോശെ എന്നതായ ഒരു ഭക്തനെ അവരുടെ നേരെ അയച്ചു. രക്ഷാകരമായൊരു പദ്ധതി ദൈവം ഒരുക്കി വെച്ചിട്ട മോശയെ അയക്കുകയാണ്. മോശെ ചെന്ന ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം പ്രത്യക്ഷനായിരിക്കുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് മോചിപ്പിക്കുവാൻ ഒരു വലിയ പദ്ധതിയുണ്ട്. ഞാൻ ചുരുക്കട്ടെ, ആ പദ്ധതിയുടെ അവസാന രൂപം ഇങ്ങനെയാണ്. ഒരു നാളിൽ നിങ്ങൾ ഒരു കുഞ്ഞാടിനെ എടുക്കണം, നിങ്ങൾ അതിനെ അറുക്കണം, അതിന്റെ ചോര നിങ്ങളുടെ വീടിന്റെ കട്ടിളയിലും കുറുമടിമേലും തളിക്കണം. അതോടുകൂടെ നിർത്തരുത്, ആ കുഞ്ഞാടിനെ നിങ്ങൾ പാകം ചെയ്യണം. കുഞ്ഞാടിനെ പാകം ചെയ്തിട്ട് അതിനെ ഭക്ഷിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പുറപ്പാട് അവരുടെ മുൻപിലുണ്ട്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ കട്ടിളയിലും കുറുമടിമേലും ചോര തളിക്കണം, ആ കുഞ്ഞാടിന്റെ മാംസം പാകം ചെയ്യണം, എന്നിട്ട് അരമുറുക്കി കയ്യിൽ വടി പിടിച്ചുകൊണ്ട് കാലിൽ ചെരുപ്പിട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ആ പെസഹ ഭക്ഷിക്കണം. ഇതാ ഒരു പ്രതീകാത്മക സംഭവമാണ്. ഏകദേശം ഒരു 3500 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. എന്നാൽ മാനവജാതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അതിമഹത്തായ രക്ഷാകരമായ പദ്ധതിയുടെ ഒരു പ്രതീകമായിരുന്നു അവിടെ ദൈവം കാണിച്ചത്. എന്തായിരുന്നു അത്? എന്താണ് ഈ മിസ്രയീം എന്ന് പറയുന്നത്? ഈജിപ്റ്റ് എന്നാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ഈജിപ്തിലാണോ? ആ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ദുഷ്ടലോകമാണ്. ബൈബിൾ ഗലാത്യലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു ദുഷ്ടലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തെ ഒരു ദുഷ്ടലോകമെന്ന് വിളിക്കുന്നത്? നമ്മൾ പാർക്കുന്ന ലോകമല്ല, നാം പാർക്കുന്ന ലോകത്തിൽ ഒരു ദുഷ്ടലോകമുണ്ട്. നാം പാർക്കുന്നത് ഈജിപ്തിലല്ല, നാം പാർക്കുന്ന ഈ ഭൂമിയിൽ ഒരു ഈജിപ്റ്റ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ആ ദുഷ്ടലോകത്തിന്റെ പ്രത്യേകത? ആ ദുഷ്ടലോകത്തിൽ എല്ലാമുണ്ട്. കണ്ണിനിൻപമായത്, കാതിനിൻപമായത്, ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, നിങ്ങളെ രസിപ്പിക്കുന്നത്, നിങ്ങളെ സുഖിപ്പിക്കുന്നത് എല്ലാമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവിടെ ഒന്നില്ല. എന്താണ് അവിടെ ഇല്ലാത്തത്? അവിടെ സത്യദൈവമില്ല, സത്യദൈവ പരിജ്ഞാനമില്ല, സത്യദൈവാരാധനയില്ല. അഥവാ മിസ്രയീം എന്ന് പറയുമ്പോൾ അക്ഷരീകമായ ഒരു സാമ്രാജ്യമാണെങ്കിലും അദൃശ്യമായ ഒരു മതിൽ അതിനുണ്ടായിരുന്നു. ആ മിസ്രയീം ആകുന്ന അടിമദേശത്തൊരുവൻ പാർത്താൽ അവനെല്ലാം അനുഭവിക്കാം, അവനെല്ലാ നന്മകളും കിട്ടും. പക്ഷെ അവനൊന്നും കിട്ടുകയില്ല. ഒന്ന് മാത്രം അവന് കിട്ടുകയില്ല. അവന് അത്യാവശ്യമായത് മാത്രം കിട്ടുകയില്ല. അവന് അനിവാര്യമായത് അവന് കിട്ടുകയില്ല. അതെന്താണ്? അവന് ദൈവമില്ല, ദൈവപരിജ്ഞാനമില്ല, ദൈവത്തെ ആരാധിക്കുവാൻ അവന് അവകാശമില്ല. അതിന് പകരം എന്തും ലഭിക്കും. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ഇങ്ങനെയാണ് മിസ്രയീമിലെ അനുഭവം പറയുന്നത്. ഞങ്ങൾ അവിടെ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്നു എന്ന് പറഞ്ഞാൽ ഇറച്ചി കിട്ടും. എന്നിട്ട് അവരിങ്ങനെ പറയുകയാണ്, വില കൂടാതെ ഞങ്ങൾക്ക് അവിടെ മത്തങ്ങ, വഴുതനങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി ഒക്കെ കിട്ടുമായിരുന്നു. അതെ, നമ്മുടെ യൗവനക്കാർ വളർന്നു വരുമ്പോൾ അവർ പറയില്ലേ, പെന്തക്കോസ്ത് വന്നില്ല, ഒന്നുമില്ല,
ഇവിടെ ആത്മനിറവുണ്ട്. അതാണ് ഒരേ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ആകെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആത്മാവിൽ നിറയാൻ പറയും, ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കാൻ പറയും. പുറത്തു പോയാലോ ഗാനമേള കേട്ട് സന്തോഷിക്കാം, സിനിമ കണ്ട് സന്തോഷിക്കാം, വീഡിയോ ഗെയിമുകൾ, സീരിയലുകൾ, ഇനി എന്തെല്ലാം 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 ഇല്ല, ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ മിസ്രയീമിൽ എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നില്ല. ആ ഒന്നേതാണ്? സത്യദൈവം അവിടെയില്ല, സത്യദൈവ പരിജ്ഞാനമില്ല, സത്യദൈവാരാധനയില്ല. അതൊഴിച്ച് നിനക്കെന്തും തരും. ദൈവത്തിന് സ്തോത്രം. അതാണ് മിസ്രയീം എന്ന് പറയുന്നത്. അതിനദൃശ്യമായ ഒരു വേലിക്കെട്ടുണ്ട്. നോക്കുക, ഒരു പാപലോകം, ഒരു പാപലോകമാണത്. ആ മിസ്രയീമിൽ ഒരുവനായിക്കഴിഞ്ഞാൽ അതവനെ അടിമപ്പെടുത്തി വെച്ചിരിക്കും. ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ഞങ്ങൾ വില കൊടുക്കാതെയാണ് ഇതെല്ലാം കഴിച്ചതെന്നാണ്. അവര് വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത ജനമാണ്. വില കൊടുക്കാതെ ഞങ്ങൾക്ക് മത്തങ്ങ കിട്ടി, വഴുതനങ്ങ കിട്ടി, ഉള്ളി കിട്ടി, ചുറ്റുള്ളി കിട്ടി, ചുവന്നുള്ളി കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഞാനും കൊച്ചിയിൽ ജീവിച്ചിരുന്ന കാലത്ത് എനിക്ക് ഇതൊക്കെ കിട്ടിയിരുന്നു. അവിടെ ഗസലുണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, പഞ്ചാബി ഗാനമേള കേൾക്കണോ, നീ എന്തെല്ലാം വേണം. ഞങ്ങളുടെ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ കൂടെ കൂടെ നാടകങ്ങൾ വരും. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രശസ്തമായ നാടകങ്ങൾ. കൊച്ചിയിൽ ജീവിച്ചാൽ അറിയാം, അവിടെ കിട്ടാത്തതൊന്നുമില്ല. കൊച്ചിൻ കാർണിവലുണ്ട്, അവിടെ വാസ്കോഡഗമ സ്ക്വയറിൽ കൂടെ കൂടെ ഗാനമേളകളുണ്ട്, കലാപരിപാടികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിനെല്ലാം വില കൊടുക്കാതെ, അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതെല്ലാം വില കൊടുക്കാതെ കിട്ടിയെന്നാണ്. പാവത്തുങ്ങളാണ്. രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ അധ്വാനിച്ച് പാടുപെട്ടിട്ട് അവർക്ക് ശമ്പളമില്ല, അടിയും തൊഴിയും വർധനവും മാത്രമാണ്. എന്നിട്ട് മത്തങ്ങയും വഴുതനങ്ങയും ഉള്ളിയും ചുറ്റുള്ളിയും മത്സ്യവും ഇറച്ചിയും കൊടുക്കും. ഇതുപോലെയാണ് പാപം, ഇതുപോലെയാണ് ഈ പാപലോകം. അത് ദൈവത്തെ നിങ്ങൾ അറിയാതിരിക്കുവാൻ നിങ്ങൾക്ക് എന്തും തരും, നിങ്ങൾ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്തും തരും. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ജീവനുള്ള സത്യദൈവം. അതാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമായിരിക്കുന്നത്. എന്നാൽ അവിടെ നമുക്ക് അത് മാത്രം ലഭിക്കുന്നില്ല. ദൈവമക്കളെ, ഇവിടെ മിസ്രയീമിൽ നിന്ന് അവർക്ക് വിടുവിക്കപ്പെടുവാൻ സ്വയമായി ഒരിക്കലും സാധ്യമല്ല. ഇവിടെ എല്ലാമുണ്ട്. ഈ പാപലോകത്തിൽ ദൈവങ്ങളുണ്ട്, സത്യദൈവമില്ല. ഇവിടെ നായകന്മാരുണ്ട്, സൂപ്പർ ഹീറോസ് ഉണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ, രക്ഷാനായകനില്ല. എത്ര ഹീറോസാണ്? കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. സൂപ്പർ ഹീറോസാണ്. സൂപ്പർമാൻ, സ്പൈഡർമാൻ, സൂപ്പർ വുമൺ, വണ്ടർ വുമൺ, പിന്നെ സകല ജീവികളുടെ പേരിലും ബാറ്റ്മാൻ, ആൻഡ്മാൻ, സാൻഡ്മാൻ. നമ്മുടെ മലയാളികൾ ഒട്ടും കുറച്ചിട്ടില്ല. നമ്മളെ ഉണ്ടാക്കിയ ഒരു സൂപ്പർ ഹീറോ ആരാണ്? റാറ്റ്മാൻ. ആരാണ്? റാറ്റ്മാൻ. ഈ റാറ്റ്മാൻ ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ഡിങ്കൻ. നമ്മളെ ഉണ്ടാക്കിയ ഒരു സൂപ്പർ ഹീറോ. ഈ പാപലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം മായയാണ്, വ്യാജമാണ്. ഇവിടെ സമാധാനമുണ്ട്, വ്യാജമാണ്. ഇവിടെ സന്തോഷമുണ്ട്, വ്യാജമാണ്. ഇവിടെ എല്ലാമുണ്ട്, വ്യാജമാണ്, താൽക്കാലികമാണ്. സത്യമായതും നിത്യമായതും ഈ മിസ്രയീമിൽ പ്രതീക്ഷിക്കരുത്. അത് നിങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കും. അതിന്റെ അദൃശ്യമായ മതിൽ നിങ്ങൾ ദൈവത്തെ കാണുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അവിടെ നിങ്ങളുടെ കണ്ണെപ്പോഴും കുരുടായിരിക്കും. എന്നാൽ അതിനെ മറികടന്നു പോകണമെങ്കിൽ ഒരു വലിയ ശക്തി ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. എന്താണ്? അവർ ഒരു കുഞ്ഞാടിനെ അറുതു, അതിന്റെ രക്തമെടുത്ത് കട്ടിളയിലും കുറുമടിമേലും തളിച്ചു. പ്രതീകാത്മകമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ ഈ പാപലോകത്തിന്റെ അടിമയായി ജീവിക്കുന്നത് എത്ര കാലം? എനിക്ക് ഈ പാപലോകത്തിൽ നിന്നൊരു വിടുതൽ വേണം. അതിനെന്താണ്? മോചനദ്രവ്യമായി യേശുനാഥൻ കാൽവറിയിൽ ചിന്തിയ രക്തം. ഹൃദയം കൊണ്ട് ആ രക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ വായ് കൊണ്ട് ആ രക്തത്തെ ഏറ്റുപറയുന്നു. ഞാൻ എന്താണ് ഏറ്റുപറയുന്നത്? എന്റെ പാപങ്ങളെല്ലാം യേശുവിന്റെ രക്തം കഴുകി ശുദ്ധീകരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മുടെ പാപങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് പാപക്കറകളെല്ലാം രക്തത്താൽ തുടച്ചു മാറ്റും. അങ്ങനെ അവർ ചോരത്തളി ആചരിച്ചു. അടുത്തതായിട്ട് അവർ അരകെട്ടിക്കൊണ്ട് മാംസം തിന്നുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാൾക്ക് സാധാരണഗതിയിൽ
ഈ പാപലോകത്തിന്റെ വഞ്ചനയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനാവില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ 24-ാമത്തെ വയസ്സ് വരെ ഞാൻ കൊച്ചിയിൽ ജീവിച്ചതാണ്. ഞാനും ഇതുപോലെ അർമാദിച്ചവനാണ്. എന്നാൽ ഒരു വലിയ നിരാശ, ഒരു വലിയ ശൂന്യത എന്നെ പിടികൂടി. ഞാൻ ആ നാട്ടിൽ ഏറ്റവും ദുഃഖിതനായി മാറി. എന്റെ ജീവിതം എന്താണ് ഇങ്ങനെ? എനിക്ക് എല്ലാമുണ്ട്, കൂട്ടുകാരുണ്ട്, നല്ലൊരു നാട്ടിൽ ജീവിക്കുന്നു, ആസ്വദിക്കുവാനും സുഖിക്കുവാനും എല്ലാമുണ്ട്. പക്ഷെ നിരാശ എന്നത് അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവകൃപയാൽ കർത്താവിനെ സന്ദർശിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒരിക്കലും ഈ പാപലോകം വിട്ടുവരുവാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ കേട്ടു. എനിക്കായി ഒരുവൻ അറുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? ഇവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഏതാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്? അത് ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യം. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. ക്രിസ്തു തന്നെ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അരക്കി ശക്തി കെട്ടു. എന്താണ് ആ ശക്തി? നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ അറുക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർ നെഞ്ചത്ത് കൈവച്ച് പറയാമോ? എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ തറക്കപ്പെട്ടു. ഇല്ല, വിശ്വാസമില്ല. നെഞ്ചത്ത് കൈവെക്ക് പറയാം, എനിക്ക് വേണ്ടി. നാണുമാണ് നിങ്ങൾക്ക്. യേശു പറഞ്ഞു, എന്നെ കുറിച്ചോ എന്റെ പ്രവർത്തികളെ കുറിച്ചോ ലജ്ജിച്ചാൽ നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു നാണക്കേട് തോന്നും. നെഞ്ചത്ത് കൈവച്ച് പറയണം. മറ്റേ കൈ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ രാവിലെ നല്ലിലയിൽ പറഞ്ഞു, യേശു അനുഭവിച്ച കാൽവറി ക്രൂശിലെ ശാരീരിക കഷ്ടങ്ങളെ കുറിച്ച് നമുക്ക് മണിക്കൂറുകണക്കിന് പ്രസംഗിക്കാം. യേശു അനുഭവിച്ച മാനസിക വ്യഥയെ കുറിച്ച് ആര് പ്രസംഗിക്കും? ആ മനോവേദനയെ കുറിച്ച് ആർക്ക് വർണ്ണിക്കാം? എന്നെ കണ്ടാവില്ല. ഞാൻ അവന്റെ ശരീരത്തിൽ എത്ര മുള്ളു തറച്ചെന്നും തലയിലെ മുൾക്കിരീടത്തിന് എത്ര മുള്ളുണ്ടായിരുന്നുവെന്നും ചാട്ടവാർ എല്ലാം ഞാൻ പറയും. ആ സമയത്ത് എന്റെ പ്രാണനാഥൻ കടന്നുപോയ മാനസിക വേദന എനിക്ക് മനസ്സിലാക്കാനാവില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല, സാധിക്കില്ല. അത് സാധിക്കില്ല. എന്നാൽ എനിക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അവൻ അറുക്കപ്പെട്ടതെന്നറിയാമോ? ആ പെസഹ കുഞ്ഞാടിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോൾ അതെനിക്ക് ദൈവശക്തിയായി മാറും. അങ്ങനെയാണ് അവൻ എന്റെ അരകെട്ടുന്നത്. പാപത്തെ വിടുവാൻ എനിക്ക് കഴിയില്ലായിരുന്നു. പാപലോകത്തെ ഉപേക്ഷിപ്പാൻ എനിക്ക് ആവതില്ലായിരുന്നു. എന്നാൽ ഒരുവൻ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ് പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്ന് നിങ്ങളുടെ ഇടയിൽ അറിയാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ വാക്യം വായിക്കാം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട 1 കൊരിന്ത്യർ 1-ാം അധ്യായം 24-ാം വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ. ആ ദൈവശക്തി, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അവനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹൃദയവാതിൽ തുറന്ന് എന്റെ പ്രാണപ്രിയനെ എന്റെ ഉള്ളത്തിലേക്ക് ആവാഹിച്ചെടുത്തപ്പോൾ എനിക്ക് വലിയൊരു ശക്തി കിട്ടി. ഞാൻ പാപലോകം വിട്ടോടി. എത്ര പേർ ആഗ്രഹിക്കുന്നു? ആരെങ്കിലും ഇന്ന് മിസ്രയീമിന് അടിമകളാണോ? നിങ്ങളെ വിടുവിക്കുവാൻ ഒരുത്തനുണ്ട്. ആ ദൈവശക്തിയായവൻ, അവൻ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങൾ അസാമാന്യ ശക്തിമാന്മാരാണ്. പാപം നിങ്ങളുടെ മുൻപിൽ തോൽക്കും. പാപലോകം നിങ്ങളുടെ മുൻപിൽ ഒന്നുമില്ലാതെയായി തീരും. പാപത്തിന്റെ ആ നടിച്ചു വരുന്ന തകർത്ത്, പാപത്തിന്റെ അദൃശ്യം അതിനെ മറികടന്ന് നിങ്ങൾ ആ മിസ്രയീം വിട്ടോടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതാണ് യേശു തരുന്ന ശക്തി. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മഹാശക്തി കൊണ്ടാണ് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമേ. ഏതാണ് ആ മഹാശക്തി? ആ മഹാശക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആവർത്തന പുസ്തകത്തിൽ നമുക്കവിടെ കാണാം 4-ാം അധ്യായം 38-ാം വാക്യം. നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയി ആക്കുവാനും തന്റെ സാന്നിധ്യവും
മഹാശക്തിയും കൊണ്ട് മിസ്രൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. മഹാശക്തി കൊണ്ട് പുറപ്പെടുവിച്ചു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊരു മഹാശക്തിയുണ്ട്. നമ്മുടെ പ്രിയ പാസ്റ്റർ ഇവിടെ ഉണർത്തിയപ്പോൾ പറഞ്ഞില്ലേ, ഒരു മഹാശക്തി. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ആ മഹാശക്തി എവിടെ നിന്ന് വരുന്നു? അത് ക്രൂശിൽ നിന്നാണ് വരുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിന്റെ ഉള്ളിലെ രാജാവായി വരുമ്പോൾ പാപലോകത്തിന് വിട പറഞ്ഞുകൊണ്ട്, നീ അതിനെ പുച്ഛിച്ചുകൊണ്ട് നീ ഓടിപ്പോകും. ഒരു തടവറ പോലെയാണ്. ഒരിക്കൽ പത്രോസ് തടവറയിൽ കിടന്നുറങ്ങുകയായിരുന്നു. ദൂതൻ വന്ന് തട്ടി ഉണർത്തി. അവന് സ്വപ്നമാണെന്നാണ് അവൻ ചിന്തിച്ചത്. സ്വപ്നതുല്യമായൊരു അനുഭവം. ദൂതനവനോട് പറഞ്ഞു, നീ അരകെട്ടുക, നീ എഴുന്നേൽക്കുക, നിന്റെ തടവറയിൽ നിന്ന് നിനക്കൊരു മോചനം ഇതാ വന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12:8 വാക്യമാണ്. അതേ, അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ, പ്രവാസത്തിൽ ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ, പിന്മാറ്റത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുമ്പോൾ അവൻ നമ്മളോട് പറയും, അരകെട്ടുക, ശക്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സ്വപ്നം കാണുന്നവരെ പോലെയാകും. എത്ര വലിയ ഭാഗ്യമാണ് പ്രിയരേ. ആരെങ്കിലും ഇന്ന് ഈ പാപലോകത്തിൽ പാവപ്പെട്ട മനുഷ്യരായി പാപത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? അടിമത്തത്തിൽ ആയിരിക്കുന്നു. ഇതാ ഒരു സ്വാതന്ത്ര്യ നായകൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തകർന്നതിനാൽ ഇതാ അവനൊരു വാതിൽ മലർക്ക് തുറന്നിരിക്കുകയാ. നമുക്ക് രക്ഷപ്പെട്ടോടാ. എവിടെയാണ് ഈ മഹാശക്തി? ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടാതിരിക്കുവാൻ ഫറവോനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്രയീമിലെ ദേവന്മാരുണ്ടായിരുന്നു, ദുരാത്മാക്കൾ. എന്നാൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട അന്ന് ദൈവം ആ മിസ്രയീമിലെ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തി. എന്താണ്? നമ്മുടെ യേശു കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ട അന്ന്, ആ സമയത്ത് നിന്നെ പാപത്തിൽ അടിമയാക്കിക്കൊണ്ടിരുന്ന സാത്താന്യ ശക്തികളുടെ തലയെ ക്രൂശിൽ തകർത്ത് അവൻ ജയോത്സവം കൊണ്ടാടി. ആ ജയം നിന്റെ ജയം. കരമുയർത്തിയാണ്. ഹല്ലേലൂയ. മിസ്രയീമ്യ ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തിയപ്പോഴാണ് അവർ മിസ്രയീം വിട്ടോടിയതെങ്കിൽ ഇതാ ഇന്ന് യേശു അവൻ നിനക്ക് വേണ്ടി ന്യായവിധി നടത്തിയിരിക്കുന്നു. കാൽവറിയിൽ സാത്താന്റെ തലയെ അവൻ തകർത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജയം. ഒരു സുവിശേഷ യോഗം ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. അല്ല, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. യേശുവിന്റെ ക്രൂശ് മരണം ആഘോഷിക്കാം. എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്തു. ആമേൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കരങ്ങളെ ഒന്ന് വീശിയ. ഹല്ലേലൂയ. ലജ്ജിക്കൊന്നും വേണ്ട. കാൽവറി ക്രൂശിൽ മരണം ആസ്വദിച്ചു. മതി, ഒരു നിമിഷം. ആസ്വദിച്ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവൻ ആസ്വദിച്ചത് എന്താണ്? അവൻ മരിച്ചപ്പോൾ അവൻ ആസ്വദിച്ചത് സാത്താന്റെ തലയെ തകർക്കുന്നത് അവൻ ആസ്വദിച്ചു. നിന്നെ വിടുവിക്കുന്നത് അവൻ ആസ്വദിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി തള്ളിക്കളഞ്ഞത് അവൻ ആസ്വദിച്ചു. ആസ്വദിച്ച് പാടാമോ? കാൽവറി ക്രൂശിൽ മരണം ആസ്വദിച്ചു, ദുഷ്ടനും സാത്താന്റെ തല തകർത്തു. കാൽവറി ക്രൂശിൽ മരണം ആസ്വദിച്ചു, ദുഷ്ടനും സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം പാടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം പാടുമല്ലോ. നമ്മൾ ഈ പാപലോകം വിട്ടു പോകണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മളെ നിർബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മുൻപിൽ നിന്ന് നമ്മളെ ആകർഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശ്രദ്ധിക്കണമേ. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. അനുഗ്രഹം നഷ്ടപ്പെടും. ഈ വലിയ വലിയ കപ്പലുകൾ, ഇപ്പോൾ വിഴിഞ്ഞത്തായാലും കൊച്ചിയിലായാലും വലിയ കപ്പലുകളൊക്കെ വരുമ്പോൾ അതിനെ തുറമുഖത്തിൽ നിന്ന് അകറ്റി, അതായിരിക്കുന്ന തുറമുഖത്തിൽ നിന്ന് അതിനെ പുറംകടലിലേക്ക്, വിശാലമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ 2 ടഗുകൾ ആവശ്യമാണ്. ഒന്ന് അതിനെ പുറകിൽ നിന്ന് തള്ളും, മറ്റൊന്ന് മുൻപിൽ നിന്ന് വലിക്കും. ഇതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ മുൻപോട്ട് തള്ളുമ്പോൾ നിങ്ങളെ മുൻപിൽ നിന്ന് ആകർഷിക്കുന്ന ഒന്നുണ്ട്. അതേതാണെന്നറിയാമോ? നിങ്ങൾ പാപലോകത്തിലായിരിക്കുമ്പോൾ അദൃശ്യമായൊരു മറയുണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തെ കണ്ടില്ല, നിങ്ങൾ ദൈവസ്നേഹം കണ്ടില്ല, നിങ്ങൾ ദൈവശക്തി കണ്ടില്ല, നിങ്ങൾ ദൈവരാജ്യവും കണ്ടിട്ടില്ല. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണും. മോശ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ മിസ്രയീം വിടണമെന്നല്ല പറഞ്ഞത്,
പാലും തേനും ഒഴുകുന്ന കനാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിസ്രയീം വിടണം. പ്രത്യാശയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 8-24 യേശു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് ഒരു പ്രത്യാശ കൂടെ തന്നിട്ടാണ്. ലക്ഷ്യബോധമില്ലാതെ ഒരു യാത്ര തുടങ്ങാനാവില്ല. മിസ്രയീം വിടണമെങ്കിൽ അവരെ മുൻപോട്ട് പ്രചോദിപ്പിക്കുന്നുണ്ട്. അത് പരമകനാനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുതുതായി ജനിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി വെച്ചിരുന്ന കണ്ണ് തുറക്കും, അവൻ ആ സ്വർഗകനാൻ കാണും. യേശു കാൽവറിയിൽ തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഇതാ അത് വെളിപ്പെടുത്തി. ആ പ്രത്യാശയുണ്ട്. വായിക്കാം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാൺമതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? ദൈവത്തിന് സ്തോത്രം. രക്ഷയോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് പ്രത്യാശ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് രക്ഷയുടെ പ്രത്യാശ. യേശു നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പാപത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുൻപിൽ ഒരു ലക്ഷ്യബോധം തരും. ലോത്ത് ലക്ഷ്യബോധമില്ലാതെ ദൈവം കൊടുത്ത ലക്ഷ്യത്തെ അവഗണിച്ചതുകൊണ്ട് അവന് കിട്ടിയ രക്ഷ പ്രയോജനപ്പെട്ടില്ല. ആകയാൽ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ സമ്പത്താണ് പ്രത്യാശ. ആ പ്രത്യാശ നമ്മെ ശക്തരാക്കി തീർക്കും. ആകയാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടും. അന്ന് നിങ്ങൾ പുതിയ ദൈവരാജ്യം കാണും. യോഹന്നാൻ 3:3 പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. അപ്പോൾ മാത്രമേ അത് കാണൂ. അതുവരെ ദൈവരാജ്യം, ദൈവം ഇതൊന്നും നമുക്ക് സ്വന്തമായിരുന്നില്ല. ഈ ഈജിപ്തിന്റെ അനുഭവം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 2:12 അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പാപലോകത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ ദൈവമില്ലായിരുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവില്ലായിരുന്നു, നിങ്ങൾക്ക് വാഗ്ദത്തമില്ലായിരുന്നു, നിങ്ങൾക്ക് ആരാധനയില്ലായിരുന്നു, നിങ്ങൾക്ക് പ്രത്യാശയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു ക്രൂശിൽ മരിച്ചതിനാൽ അവൻ നിങ്ങൾക്കൊരു ഭാഗ്യകരമായ പ്രത്യാശ തന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്ന്, മിസ്രയീമിൽ നിന്ന് മിസ്രയീം വിടുക. 2, നിങ്ങളുടെ മുൻപിൽ ഒരു പ്രത്യാശ നിങ്ങൾ പിടിച്ചുകൊള്ളണം. നമ്മുടെ മുൻപിൽ ഒരു പ്രത്യാശ വെച്ചിട്ടുണ്ട്. യേശുദേഹം എന്ന തിരശ്ശീല ചിന്തി എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. എന്താണ്? പാപലോകം വിട്ട് പരലോക യാത്ര ചെയ്യുന്നവരാണ്. അതിനാണ് അവൻ നമ്മളെ അരകെട്ടിയത്. ദൈവത്തിന് സ്തോത്രം. യേശു പ്രകാരം പറഞ്ഞു, നിങ്ങളുടെ അരക്കെട്ടിയും നിങ്ങളുടെ വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. പ്രത്യാശയുടെ ദർശനമേ ദൈവമക്കളിൽ നിന്ന് വങ്ങരുത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പ്രത്യാശയുടെ ദീപം ഒരു നാളും കെട്ടുപോകരുത്. നിങ്ങൾ പ്രത്യാശയെ ജ്വലിപ്പിക്കുവീൻ. യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോയി. ഞാൻ ഇവിടെ ചെല്ലും. ആ പ്രത്യാശാ ദീപം കെട്ടുപോകരുത്. കടലിൻ നടുവിൽ കാറ്റിലും കോളിലും പടകിൽ അണയണമേ, അന്ധതമസ്സിലും ദീപം അണയുവാൻ അനുവദിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ 1, പാപലോകം വിടുക. 2, പ്രത്യാശയെ മുറുകെ പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട മറ്റൊന്നുണ്ട്. എന്താണെന്നറിയാമോ? അതൊരു ശരിയായ വേർപാട് ജീവിതമാണ്. നിങ്ങളുടെ രക്ഷയെ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ വേർപെടണം. ഫറവോൻ മോശയുടെ മുൻപിൽ ചില കോംപ്രമൈസുകൾ കൊണ്ടുവരികയാണ്. പുരുഷന്മാർ പോകട്ടെ, സ്ത്രീകളും കുട്ടികളും ഇവിടെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുവിൻ, കുഞ്ഞുകുട്ടികൾ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ പോയിക്കൊള്ളുവിൻ, നിങ്ങളുടെ ആടുമാടുകൾ ഇവിടെ ഇരിക്കട്ടെ. മോശ ഒറ്റ വാക്ക് പറഞ്ഞു, ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിക്കരുത് എന്ന് പറഞ്ഞാൽ പാപലോകം വിടുമ്പോൾ അല്പം. സിഗരറ്റ് വലിക്കുന്നത് പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലി നിർത്തി, പിന്നെ ഇപ്പോൾ ബീഡിയാണ് വലിക്കുന്നത്. പാപലോകം വിടുമ്പോൾ സമ്പൂർണമായ വിടുതലായിരിക്കണം. ഒരു കുളമ്പ് പോലും ലോകത്തിന്റെ ഒന്നും, പാപലോകത്തിൽ നീ അഭ്യസിച്ചത്, നീ പഠിച്ചത് എല്ലാം അവിടെ കളഞ്ഞിട്ടേ നീ പോകാവൂ. ഒന്നും നിന്റെ പക്കൽ ഉണ്ടായിരിക്കരുത്. അതിലൊന്നും നീ എടുക്കരുത്. അത് വിട്ടിട്ടേ പോകാവൂ. വേർപാട് ജീവിതം എന്നത് വിശ്വാസത്തിൽ വന്ന് 50 വർഷം കഴിഞ്ഞ് പഠിപ്പിക്കേണ്ടതല്ല. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നിന്റെ രക്ഷ നീ കാക്കണമെങ്കിൽ നീ വേർപെട്ടേ മതിയാകൂ. പഴയ കൂട്ടുകാരെ വിട്ട് വേർപെടരുത്. അവരുടെ കൂട്ടുകെട്ട് വിട്ട്, അവരിൽ നിന്ന് പഠിച്ചത് വിട്ട് വേർപെടണം. അവരെ കണ്ടാൽ ചിരിക്കണം, സന്തോഷം പങ്കുവയ്ക്കണം. എന്നാൽ അവരുടെ നിഷ്ഫല പ്രവർത്തികളിൽ, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളിയാകരുത്. നിന്റെ രക്ഷ നഷ്ടപ്പെടും. നിന്റെ കൂട്ടുകാരന് രക്ഷയില്ല, നിനക്കുണ്ട്. നിന്റെ കൂട്ടുകാരന് പ്രത്യാശയില്ല, നിനക്കുണ്ട്. അതുകൊണ്ട്
ആ പ്രത്യാശയെ സൂക്ഷിക്കണമെങ്കിൽ ശരിയായ വേർപാട് അതായത് പത്രോസ് എഴുന്നേറ്റ് ആദ്യമായി സുവിശേഷം പറയുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അടുത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. വേർപാട് ജീവിതം. പ്രിയരെ, പെന്തക്കോസ്തുകാരെ, വേർപാട് ജീവിതം എന്നത് ഒരു നഷ്ടക്കച്ചവടമല്ല. നിങ്ങൾ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ, ലോകത്തിൽ അന്യരും പരദേശികളാകുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരാവുകയാണ്, നിങ്ങൾ സ്വർഗീയ പൗരന്മാരാവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നുകൂടെ പറയാം, രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട മറ്റൊന്ന് അതെന്താണെന്നറിയാമോ? കയ്പ് ചീരയോടുകൂടി അവർ കഴിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടം സഹിക്കുവാനുള്ള മനസ്സും കൂടി ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ഉണ്ടാകണം. ഇന്നെന്താണ് സുവിശേഷം പറയുമ്പോൾ പറയുന്നത്? നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരൂ, കഷ്ടം മാറും. യേശുവിന്റെ അടുക്കൽ വരൂ, നിങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല. കള്ളം പറഞ്ഞ ആരെയും രക്ഷയിൽ കൊണ്ടുവരരുത്. പൗലോസ് സുവിശേഷം പറഞ്ഞപ്പോൾ പറഞ്ഞു, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ. അതാണ് ശിഷ്യന്മാരെ ഉറപ്പിക്കാൻ എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാനാണെങ്കിൽ വിശ്വാസികളെ ധൈര്യപ്പെടുത്താൻ പറയും, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളെല്ലാം നീങ്ങിപ്പോകും. എന്നാൽ പൗലോസ് പറഞ്ഞു, അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പോകണം, മനസ്സുറപ്പിക്കണം. 1 പത്രോസ് അവിടെ കാണുന്നുണ്ട്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് 1 പത്രോസ് 1:13 വായിക്കാം. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് ഇംഗ്ലീഷിൽ എന്താണെന്നറിയാമോ? മനസ്സിന്റെ അരകെട്ടണം. എന്തിനാണ് അരകെട്ടേണ്ടത്? അഴിഞ്ഞു പോകുന്ന പൊന്ന് തീയിൽ ശോധന കഴിക്കപ്പെടും. നിങ്ങളോ നാനാ പരീക്ഷകളാൽ നൊന്ത് വലയുന്നുവോ? മനസ്സുറപ്പിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ താൻ ആരംഭത്തിലേ പറഞ്ഞു വരികയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനകളെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിന്റെ അരകെട്ടണം. എന്താണത്? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. യേശു പറഞ്ഞു കഷ്ടതകളുണ്ട്, ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. സുവിശേഷം പറയുമ്പോൾ കൂടെ പറയണം പ്രത്യാശ തരുന്ന സുവിശേഷം. സുവിശേഷം പറയുമ്പോൾ കൂടെ പറയണം വേർപെട്ട് ജീവിക്കണം. അതോടൊപ്പം പറയണം ക്രിസ്ത്യാനി ആയാലോ കഷ്ടമുണ്ട്. കള്ളം പറഞ്ഞ ആരെയും ക്രിസ്ത്യാനിയാക്കരുത്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, 6-ാം വാക്യം, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ എല്ലാവരും ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്, 13-ാം വാക്യം, ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിക്കണം, മനസ്സിന്റെ അരക്കെട്ടിക്കൊള്ളണം. എന്താണ്? ദൈവമേ, സ്വന്തം ജീവനെ തന്നെ വീണ്ടെടുത്ത നീ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് അരുളി ചെയ്തു. ഞാൻ എന്റെ വാഗ്ദത്ത നാടിലെത്തണമെങ്കിൽ ഞാൻ മിസ്രയീം വിട്ടാൽ പോരാ, ഘോരവനാന്തരം തരണം ചെയ്ത് ഞാൻ സീനായി പർവ്വതത്തിന്റെ അടുക്കൽ വരേണം. എന്റെ മുൻപിൽ ചെങ്കടലുണ്ട്, എന്റെ മുൻപിൽ യോർദാനുണ്ട്, എന്നാലും ഞാൻ തരണം ചെയ്യും, ഞാൻ പിൻവാങ്ങുകയില്ല. അപ്പോൾ രക്ഷ, പ്രത്യാശ, വേർപാട്, കഷ്ടം സഹിക്കാനുള്ള മനസ്സ്, ഇത് 4ഉം ചേർന്നതാണ് വിടുതലിന്റെ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നത് വിടുതലിന്റെ സുവിശേഷമാണ്. വിടുതലിന്റെ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് കൂടോത്രം, മന്ത്രവാദം, ശാപം മുറിക്കല്, ഇതൊന്നുമല്ല വിടുതലിന്റെ സുവിശേഷം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വിടുതലിന്റെ സുവിശേഷം പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, ലോകത്തിൽ നിന്നുള്ള വിടുതലാണ്, സുഖ സൗകര്യങ്ങളെ അന്വേഷിക്കുന്ന ജീവിതത്തിൽ നിന്നുള്ള വിടുതലാണ്, പ്രത്യാശയില്ലാത്ത ജീവിതത്തിൽ നിന്നുള്ള വിടുതലാണ്. ആ വിടുതലിന്റെ സുവിശേഷമേ ഞങ്ങൾക്കും നിങ്ങളോട് പറയുവാനുള്ളൂ. ഇതിനാണ് അരകെട്ടി യാത്ര തുടരാ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് ദൈവം നമ്മുടെ അരകെട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു അടിമ, ഒരു ദാസൻ, തനിക്ക് താൻ എന്തെല്ലാം ജോലി ചെയ്താലും. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 17. സമയം പെട്ടെന്ന് നിങ്ങൾ വായിച്ചാൽ എനിക്ക് വളരെ സന്തോഷം. നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്ന് അവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴമൊരുക്കുക, ഞാൻ തിന്നുകുടിച്ച് തീരുവോളും അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നുകുടിച്ചുകൊള്ളുക. ഇതാണ് ഒരു അടിമയുടെ ജീവിതം. പകൽ മുഴുവൻ വയലിൽ ഉഴുകയും മുട്ടുകയും എല്ലാം ചെയ്തിട്ട് ക്ഷീണിച്ചു വളരെ വരുമ്പോൾ, പാവം നീ ക്ഷീണിച്ചില്ലേ, പോയി വല്ലതും കഴിക്കുന്ന യജമാനൻ പറയുകയില്ല. ആദ്യം പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്ന് അരകെട്ടി എനിക്ക് വിളമ്പിത്തരണം, ഞാൻ കഴിച്ച് ഏമ്പക്കം വിട്ടുപോയി കിടന്നിട്ട് നീ പോയി വല്ലതും കഴിച്ചോളാൻ പറയും. എന്നാൽ ആ യജമാനനെ സേവിക്കുന്നതിൽ സന്തോഷമുള്ള ഒരു ദാസനാണവൻ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് യേശു പറഞ്ഞത്, നമ്മൾ എങ്ങനെയായിരിക്കണം?
നമ്മുടെ യേശു ലോകത്തിൽ വന്നപ്പോൾ ആരായിട്ടാണ് വന്നത്? അവനൊരു ദാസനായിട്ടാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദാസന്മാരായി തീരാം. ക്രിസ്തീയ ജീവിതത്തിൽ ദാസന്മാരായി തീരുന്ന ഒരു അനുഭവമുണ്ട്. എപ്പോഴാണത്? അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അതിമഹത്തായ ഒരു അനുഭവമുണ്ട്. അത് സ്നാനമാണ്. സ്നാനത്തിൽ വലിയ ശക്തിയുണ്ട് കേട്ടോ. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ഒരു ദാസനെ പോലെ സേവ ചെയ്യുവാൻ നിങ്ങൾ ശക്തരായി തീരും. റോമാലേഖനം 6-ാം അധ്യായം 17 മുതൽ നമ്മൾ വായിച്ചാൽ നമുക്കിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 17 മുതൽ 20 വരെ കാണുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അവയവങ്ങളെ അടിമകളാക്കി നിങ്ങൾ സമർപ്പിക്കണം. അതാണ് സ്നാനത്തിന്റെ അനുഭവം. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ സ്നാനത്തിലെ ശക്തി നിങ്ങളെ അരകെട്ടുന്നു. എന്തിനു വേണ്ടിയാണ്? ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൽ ഏകജാതനെ. എല്ലാവരും ചേർന്നൊന്ന് പാടിയാട്ടെ. ചെയ്ത ദൈവത്തിൽ ഏകജാതനെ വാസം ചെയ്യണമീനിൻ വീരയ എന്റെ ഉള്ളിലും നാഥനെ വാസം ചെയ്യണമീനിൻ വീരയം എന്റെ ഉള്ളിലും നാഥനെ. മതി. ദൈവത്തിന് സ്നാനപ്പെടുവിൻ. നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുവിൻ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി നിങ്ങൾ സ്നാനമേൽക്കുവിൻ. എന്തിനാണ്? നിങ്ങൾ ദൈവത്തിന്റെ ദാസനായി മാറും. നിങ്ങൾ അവന്റെ സേവകന്മാരായി തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവന്റെ ദാസന്മാരായാലോ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹവായിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ പ്രാപ്തനായോ? അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, ഈ വിധത്തിൽ വിടുവിക്കുന്ന ഒരു ദൈവമില്ല. നീ ദൈവത്തിന്റെ ദാസനായാൽ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിങ്ങൾ ദാസന്മാരാകണം. സ്നാനം എന്ന് പറയുന്നത്, അതായത് ബൈബിളിൽ 2 പദപ്രയോഗങ്ങളുണ്ട്. സ്നാനത്തിൽ എന്ന് പറയുന്നു, സ്നാനത്താൽ എന്നൊരു പദപ്രയോഗമുണ്ട്. സ്നാനത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്നാനത്തിൽ നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ എന്ത് സംഭവിക്കുന്നു? അത് തുടരുന്ന ഒരു പ്രവൃത്തിയാണ്. സ്നാനത്തിൽ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടപ്പോൾ സംഭവിച്ചത്, സ്നാനത്താൽ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുന്നത്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ 2:12 സ്നാനത്തിൽ നിങ്ങൾ കുഴിച്ചിടപ്പെട്ടു. എന്നാൽ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം, സ്നാനത്താൽ അവൻ നിങ്ങളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം സ്നാനത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് പറയുകയാണ്, ആകയാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ഇപ്പോൾ ദൈവത്തിന് ദാസന്മാരാകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? വായിക്കാം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ആകയാൽ സ്നാനപ്പെടുവിൻ. സ്നാനപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെടുവിൻ. അത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്താണത്? നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കാൻ എനിക്ക് കൃപ വേണം എന്ന് വെച്ചാൽ, ഇനി എന്റെ ജീവിതകാലമെല്ലാം ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കും. ദൈവം അത് അംഗീകരിക്കുന്നു. അതുമുതൽ ദൈവത്തോട് ഉടമ്പടി. തമിഴിൽ വായിക്കുമ്പോൾ സ്നാനം എന്നത് നല്ല മനസ്സാക്ഷിയുമായുള്ള ദൈവത്തോടുള്ള ഉടമ്പടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആൻസർ ഓഫ് ഗുഡ് കോൺഷ്യൻസ്. നീ നിനക്ക് നല്ല മനസ്സാക്ഷി വേണമെന്ന് ചോദിച്ചല്ലോ, അതിന് നൽകുന്ന മറുപടി സ്നാനത്തിലുണ്ട്. നീ സ്നാനപ്പെടുമ്പോൾ നിന്റെ മനസ്സാക്ഷിയെ സൂക്ഷിക്കാം. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിന്റെ വരവിൽ പോകേണ്ടതിന് താൻ ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയുള്ളവനാകാൻ ശ്രമിക്കുന്നു, പോരാടുന്നു. ഇതെന്ന് തുടങ്ങിയതാണ്? സ്നാനപ്പെട്ട അന്ന് മുതൽ മനസ്സാക്ഷിയെ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയെ കാത്തുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്നാനപ്പെടുവിൻ. നിങ്ങൾ സ്നാനപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരാകുന്നു. നിങ്ങളുടെ അവയവം ദൈവത്തിൻ്റെതാകുന്നു. നിന്റെ കൈ ദൈവത്തിന്റെ കൈയാകും. നിന്റെ വായ് ദൈവത്തിന്റെ വായാകും. നിന്റെ ശരീരം ദൈവത്തിൻ്റെതായി തീരും. നീ പൂർണ്ണമായി ദൈവത്തിന്റെ ദാസനാകും. നീ അത്യുന്നതന്റെ ദാസൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാസന്മാരാകാൻ ഭാഗ്യം ലഭിച്ചവരാ.
ദാസന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, തന്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്നവൻ, തന്റെ ദാസന്മാരുടെ വാക്ക് മാനിക്കുന്നവൻ. ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരാകുവാൻ ഭാഗ്യം ലഭിക്കുന്നതാണ് സ്നാനം. സ്നാനത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുവാൻ തുടങ്ങുന്നു. സ്നാനത്താൽ വിശുദ്ധീകരണം എന്ന ഫലം നിനക്ക് ലഭിക്കുന്നു. സ്നാനത്താൽ നിനക്ക് നല്ല മനസ്സാക്ഷി ലഭിക്കുന്നു. അവിടെ തീരുന്നില്ല. അടുത്തത് സേവിക്കുക എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ് അത്? ആരാധിക്കുക എന്നർത്ഥമാണ്. ഞാൻ പറഞ്ഞില്ലേ, മിസ്രൈമിലെല്ലാം ഉണ്ട്. എന്റെ പള്ളി എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ ചെന്നാൽ കുന്തിരിക്കത്തിന്റെ സ്മെല്ലുണ്ട്, അവിടെ അച്ഛന്മാരുണ്ട്, അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരിക്കൽ തപ്പിപ്പിഴച്ച് സമയം നേരെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ദി പെന്തക്കോസ്ത് മിഷൻ കോയമ്പത്തൂർ ആ ഡിസ്ട്രിക്റ്റിൽ പോയതാണ്. ഞാൻ വെറുതെ പോയതാണ്. മെനക്കേടായിട്ടെന്ന് ആ സിനിമയ്ക്കൊന്നും പോകാൻ ഒരു മൂടില്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് കയറിയതാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അന്ന് താല്പര്യമില്ലാതെ പോയി ഇരുന്നു കൊടുത്തതാണ്. പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? എന്ത് സംഭവിച്ചു? ഞാൻ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഇതാണ് സംഭവിച്ചത്. അവിടെ ആത്മാവിലുള്ള ആരാധന. ദൈവമേ, 24 കൊല്ലം ക്രിസ്ത്യാനി എന്ന ലേബലിൽ ജീവിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചില്ലല്ലോ. എന്നാൽ ഇന്ന് അന്നെല്ലാവരും ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഈ ഓരോരുത്തരും കാണിക്കുന്ന ഗോഷ്ഠി കാണാൻ ഞാൻ അങ്ങും ഇങ്ങും ഒക്കെ നോക്കി. അവിടെ നിന്ന് ഒരു പ്രത്യേക തരം ശബ്ദം, ഇവിടെ നിന്ന് ഒരു പ്രത്യേക തരം ശബ്ദം, അവിടെ നിന്ന് വേറെ ഒരു തരം ശബ്ദം, എല്ലാം ഞാനിങ്ങനെ കേട്ടു. എന്തൊരു ശബ്ദമാണിത്! 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കർത്താവേ, എന്റെ വായിൽ നിന്ന് ഇതുപോലെ ഒരു ശബ്ദം വരികയില്ലേ എന്ന് കൊതിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നിലവിളിയായി. ദൈവം എന്നെ നിലവിളി കേട്ടു. ആർത്തി തീർത്തവൻ എനിക്ക് ആത്മാവിനെ തന്നു. അന്ന് ഞാൻ ദൈവത്തെ സേവിക്കാൻ തുടങ്ങി. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മാർഗം. സന്തോഷമുള്ള ദൈവമക്കളെന്ന് കരമുയർത്തിയാണ്. ആരാധിക്കുന്ന ദൈവമക്കളുണ്ടോ? അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അതാണെന്ന് സമ്മതിക്കുന്നവരെന്ന് അന്യഭാഷ പറയാമോ? നിങ്ങൾക്ക് പാട്ട് പാടാൻ നിങ്ങൾക്ക് ആത്മാവിൽ അറിയാൻ അന്യഭാഷ പറയാൻ പുതിയ ശക്തി, പുതിയ കൃപ പാടണമോ വേണ്ട എന്നുള്ളവരെന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ! അന്യഭാഷ പറഞ്ഞാട്ടെ. അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അന്യഭാഷ പറയുവിൻ. നിന്റെ വായിൽ നിന്ന് അത് നീങ്ങരുത്. ദൈവത്തോട് സംസാരിക്കാം. ശരി. റോമാലേഖനം 12:1. ആരാധനയിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദൈവത്തിനൊരു, പഴയ നിയമത്തിലെ ഇസ്രായേൽ ദൈവത്തിന് യാഗമർപ്പിച്ച് ആരാധിച്ചെങ്കിൽ ദൈവത്തിന് അതൊന്നും വേണ്ടായിരുന്നു. ദൈവത്തിന് അതൊന്നും വലിയ അത്യാവശ്യമല്ലായിരുന്നു. ദൈവത്തിന് വേണ്ട യാഗമേതായിരുന്നു? ഇതാ, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നിന്റെ ശരീരത്തിലാണ് ദൈവത്തിന്റെ നോട്ടം. നീ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചിട്ട് എന്ത് ചെയ്യണം? വായിച്ച സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ നിന്റെ ശരീരം തന്നെ ദൈവത്തിനൊരു യാഗമായി തീരുന്നു. റോമാലേഖനത്തിൽ വായിക്കുന്നുവല്ലോ, ജാതികൾ എന്ന വഴിപാട്. ജാതികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഈ ലോകത്തിലെ കാസ്റ്റ് സിസ്റ്റം ഒന്നുമല്ല. പുറജാതികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധമില്ലാത്ത ജനങ്ങൾ. ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന് പ്രസാദമായി തീരുന്നു. നിന്റെ ശരീരം, കഴിഞ്ഞ നാളുകളിൽ ഈ ശരീരം കൊണ്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? എന്നാൽ അതെല്ലാം നീക്കി നിന്റെ ശരീരത്തെ വിശുദ്ധീകരിച്ചിട്ട് അവൻ തനിക്കത് യാഗമായി സ്വീകരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ അരകെട്ടുന്നു. എന്തിന്? അതുവരെ നീ ഇഷ്ടപ്പെട്ട പാതകൾ വിട്ടിട്ട് നിനക്കിഷ്ടമില്ലാത്ത വഴി എന്ന് പറഞ്ഞാൽ ദൈവ ഇഷ്ടത്തിൽ നിന്നെ നടത്തും. പത്രോസിനോട് യേശു പറഞ്ഞു, നീ വയസ്സനാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വന്തം ബലമെല്ലാം മാറ്റിവെച്ച് നീ എനിക്കായി നിന്നെ ഏൽപ്പിച്ചു തരുമ്പോൾ മറ്റൊരുത്തൻ നിന്റെ അരകെട്ടും. ആരാണ് മറ്റൊരുത്തൻ? അത് പരിശുദ്ധാത്മാവാണ്. അവൻ അരകെട്ടി നിന്നെ നടത്തും. എങ്ങനെ നടത്തും? ദൈവാഹിതത്തിന്റെ പാതയിൽ ഇതുവരെ സ്വന്തം ഇഷ്ടം ചെയ്തവൻ, മനുഷ്യ ഇഷ്ടം ചെയ്തവൻ, പിശാചിന്റെ ഇഷ്ടം ചെയ്തവൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ തുടങ്ങുന്നു. എന്തൊരു ഭാഗ്യമാണ്! ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവനേക്കാൾ ഭാഗ്യവാൻ ആരുണ്ട്? എന്റെ ദൈവം തന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ വിളിച്ചെന്നുള്ളവരൊന്ന് കരമുയർത്തിയാട്ടെ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിന്നിഷ്ടം ചെയ്യുവാനോ എന്നെയും വിളിച്ചതിനോ
നിന്നിഷ്ടം ചെയ്യുവാനോ എന്നെയും വിളിച്ചതിനോ പ്രിയനെ നിൻ തിരുകരത്തിൽ സമർപ്പിക്കും എന്നെ മുറ്റുമായി. പ്രിയനെ നിൻ തിരുകരത്തിൽ സമർപ്പിച്ചു പാടാം. എന്നെ മുറ്റുമായി. സന്തോഷത്തോടെ പാടിയാട്ടെ. നമുക്ക് ആഘോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം. തികച്ചിടുവതിനാൽ പ്രാണനെ ത്യജിച്ച് നിന്നിൽ മറഞ്ഞവർ പോൽ നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ നിന്നിഷ്ടം ചെയ്യുവാനോ എന്നെയും വിളിച്ചതിനാൽ നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ നിന്നിഷ്ടം ചെയ്യുവാനായി എന്നെയും വിളിച്ചതിനാൽ. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ സേവിക്കുക എന്ന് പറഞ്ഞാൽ അടിമകളെ, നമ്മുടെ അവയവങ്ങളെ അടിമകളായി സമർപ്പിക്കുക. സ്നാനത്തിൽ ആത്മാവിൽ ആരാധിച്ച് വിശദീകരിക്കപ്പെട്ട് ദൈവേഷ്ടം ചെയ്യുക. അതോടുകൂടെ തീരുന്നില്ല കേട്ടോ. അരകെട്ടുക എന്ന് പറഞ്ഞാൽ യെശയ്യാപ്രവചനം 22-ാം അധ്യായം അതിന് 21-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരമുണ്ട്: ഞാൻ ഹിൽക്കിയാവിന്റെ മകനായ ഏലിയാക്കിം എന്നവനെ വരുത്തും. ശെബന എന്നൊരുവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ അവിശ്വസ്തനായിരുന്നു. ഞാൻ നിന്റെ അരക്കച്ചെടുത്ത ഏലിയാക്കിമിനെ കിട്ടും. ഇതൊരു പ്രതീകാത്മക സംഭവമാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. തങ്ങളുടെ ഉദ്യോഗം അവർ ചെയ്തില്ല. എന്നാൽ ദൈവത്തിന്റെ മനസ്സിലൊരു പ്രവാചകനുണ്ടായിരുന്നു, ദൈവത്തിന്റെ മനസ്സിലൊരു പുരോഹിതനുണ്ടായിരുന്നു, ദൈവത്തിന്റെ മനസ്സിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ യേശുവാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഇവനെ പകരം മറ്റൊരുത്തനെ എഴുന്നേൽപ്പിക്കും. ഞാൻ അല്പം വേഗത്തിൽ പോകട്ടെ. നമ്മുടെ യേശു പഴയ നിയമ പൗരോഹിത്യത്തിന് മാറ്റം വരുത്തിയിട്ട് മൽക്കീസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇടയന്മാരെ കുറിച്ച് പറഞ്ഞു, ആട്ടിൻകുട്ടത്തെ മേയ്ക്കാത്ത തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. എന്നാൽ ഒരു ഇടയ ശ്രേഷ്ഠൻ വന്നു, ഒരു നല്ല ഇടയൻ വന്നു, ആടുകളുടെ വലിയ ഇടയൻ വന്നു. ആടുകളെ കണ്ട് മനസ്സലിഞ്ഞു. അവൻ ചെന്നായ്ക്കളെ കണ്ട് ഓടിയില്ല, വിശ്വസ്തയോടെ ആടുകളെ നയിച്ചു, ആടുകൾക്കായി ജീവൻ കൊടുത്തു. എന്നിട്ട് അവിടെ തീർന്നില്ല. ജീവനെ കൊടുക്കുവാൻ ഒരു കൂട്ടം ശുശ്രൂഷകർ എഴുന്നേൽക്കുമെന്ന് ഉറപ്പുവരുത്തി സ്വർഗത്തിൽ കയറി ദാനങ്ങളെ കൊടുത്ത് അപ്പോസ്തലിക ശുശ്രൂഷയിൽ മൽക്കീസേദക്കിന്റെ ക്രമത്തിൽ സഭയ്ക്ക് അന്ന് AD 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് ഇതാ 2024 വരെ മൽക്കീസേദക്കിന്റെ വിധത്തിലുള്ള ശുശ്രൂഷകരെ ദൈവം കൊടുത്ത് ആ ശ്രേണിയിൽ എന്നെ കൊണ്ടുവന്ന് ഇതാ ഇവിടെ നിന്ന് ഇനി അനേകരെ കർത്താവ് കൊണ്ടുവരും. അതാ ഒരു വിശ്വസ്ത പുരോഹിതൻ. ആരാ? യേശു ഒരു ശ്രേഷ്ഠ പുരോഹിതനാ. ഇതാ നമ്മുടെ സഭയ്ക്ക് അവൻ പുരോഹിതന്മാരെ തന്നിട്ടുണ്ട്. അരകെട്ടി. എന്തിനാണ് അരകെട്ടുന്നത്? കർത്താവിനെ സേവിക്കുവാൻ. ഞങ്ങളാൽ ഇതിനൊന്നും സാധ്യമല്ല, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയുകയൊന്നുമില്ല കേട്ടോ. ഞങ്ങളൊന്നും ഇതിന് പ്രാപ്തരല്ല. 1 തിമോഥെയോസ് 1-ാം അധ്യായം 12-ാം വാക്യം വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, എന്റെ കർത്താവായ ക്രിസ്തു യേശു എനിക്ക് ശക്തി നൽകി. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഒരു വിശ്വസ്തനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നെ ശുശ്രൂഷയ്ക്കാക്കി. എനിക്കും അതേ പറയാനുള്ളൂ. എനിക്ക് ശക്തി നൽകിയ കർത്താവ്, അതാണ് എന്റെ അരകെട്ടിയവൻ. എലിയാക്കീമിനെ അരകെട്ടിയതുപോലെ യേശു. ഞാന് ശുശ്രൂഷയ്ക്ക് വരുവാൻ നമ്മുടെ ഇവിടുത്തെ കൊച്ചപ്പച്ചനൊക്കെ എറണാകുളത്തുള്ളപ്പോൾ അദ്ദേഹത്തെ ചിലപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഇവരെയൊക്കെ കണ്ട് ശുശ്രൂഷയ്ക്ക് വരാൻ പേടിച്ച ആളാണ് ഞാൻ, സത്യമായിട്ടും. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരെല്ലാം കണ്ടപ്പോൾ എനിക്ക് വേലയ്ക്ക് വരാൻ പേടിയായി. കർത്താവേ, ഇത്രയും ശ്രേഷ്ഠരായ ശക്തരായ നല്ല കഴിവുള്ള ഈ വേലക്കാരുടെ ഇടയിൽ ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, അപ്പച്ചന് ഡ്രൈവിംഗ് അറിയാം. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, എനിക്ക് ഇലക്ട്രിക്കൽ വർക്ക് അറിയില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ദൈവത്തോട് സങ്കടം പറഞ്ഞു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ഈ ബലത്തോടെ പോകാം. എനിക്ക് ശക്തി നൽകിയ കർത്താവ്, ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് അങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരാൻ ധൈര്യപ്പെട്ടത്. അവൻ ഞങ്ങളെ വായിക്കാം, അവൻ ഞങ്ങളെ ദൈവസഭയ്ക്ക് വേണ്ടി
ജീവൻ കൊടുത്ത ആടുകളുടെ വലിയ ഇടയൻ, ആടുകൾക്കായി ജീവൻ കൊടുത്ത നല്ല ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ ഞങ്ങളെയും ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നു. അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവസഭയെ, പ്രിയ ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് മെൽക്കിസേദക്കിന്റെ വിധത്തിലുള്ള ഈ ദൈവത്തിന്റെ ദാനങ്ങളുണ്ടോ? ഉള്ളവർ കരമുയർത്തിയാൽ. ഇല്ല, ഇല്ലാത്തവർ കുറെ പേരുണ്ട്. മെൽക്കിസേദക്കിന്റെ വിധത്തിലുള്ള ശുശ്രൂഷകരെ ദൈവം ഞങ്ങൾക്ക് തന്നു എന്നുള്ളവർ മാത്രം കരമുയർത്തി സന്തോഷം പ്രകടിപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ. രാവിലെ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ മിഷനിൽ അവിശ്വസ്തരായ വേലക്കാർ കണ്ടേക്കാം. എന്നാൽ ഈ സിസ്റ്റം, ഈ പെന്തക്കോസ്ത് മിഷൻ എന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ അവിശ്വസ്തൻ നിലനിൽക്കാൻ പറ്റുകയില്ല. കുറച്ചുനാൾ എന്തെങ്കിലൊക്കെ വ്യാജം കാണിച്ചു നിന്നാലും സ്വാഭാവികമായിട്ടും നീങ്ങിപ്പോകും. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. വ്യക്തിപരമായ വിശ്വസ്തത അവിശ്വസ്തതയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഭ എന്ന് പറയുന്നത് അത് വിശ്വസ്തതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ പത്രോസ് ഒരിക്കൽ ദൈവാലയത്തിൽ ചെന്നു, ഒരുവനെ കണ്ടു, അവന് സൗഖ്യം കൊടുത്തു. ആളുകളോടിക്കൂടി ആളുകളോട് താൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നോക്കുന്നത്? ഞങ്ങളുടെ സ്വന്തം ഭക്തി കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാനിവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്കൊരു കാര്യം അറിയാം, എന്റെ സ്വന്തം ശക്തി കൊണ്ടോ എന്റെ സ്വന്തം ഭക്തി കൊണ്ടോ നിങ്ങളുടെ ഒരു മൂക്കിപ്പനി പോലും മാറ്റുവാൻ എനിക്ക് കഴിയുകയില്ല. എന്നാൽ എന്നെ ഞങ്ങളെ വിളിച്ച ശുശ്രൂഷയ്ക്കാക്കിയ ഒരു കർത്താവുണ്ടല്ലോ, അവൻ ഇവിടെയുണ്ട്. വിശ്വസിക്കാം. ഒന്ന് കണ്ണടയ്ക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? ആരെങ്കിലും രോഗികളായി വന്നിട്ടുള്ളവരുണ്ടോ? പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മക്കൾ അത്ഭുതം ചെയ്യാൻ കഴിവില്ല. ഞങ്ങൾ നിങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഞങ്ങളെ ശുശ്രൂഷയ്ക്കാക്കിയ ഒരുവനുണ്ട്. അവൻ ഞങ്ങളോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കും. നിനക്ക് രോഗസൗഖ്യം കിട്ടും. ഞാനല്ല പറയുന്നത്, എന്നെ ഈ ശുശ്രൂഷയ്ക്കാക്കിയ കർത്താവ് പറയുന്നു. വിശ്വസിക്കുന്നവരൊന്ന് കണ്ണടച്ചാട്ടെ, ആത്മാർത്ഥമായി വിശ്വസിച്ചാട്ടെ. ദൈവമേ, ഈ വിശുദ്ധന്മാരെ മാനിച്ച് എനിക്ക് സൗഖ്യം തരണമേ. വിശുദ്ധന്മാരെ മാനിച്ച് എന്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം തരണമേ. ശുശ്രൂഷകരെ എന്നെ ഒന്ന് സഹായിക്കാമോ? നമുക്ക് ഒരുവനെ കൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മക്കൾ പൊന്നും വെള്ളിയുമില്ല. ഞങ്ങളുടെ സ്വന്തം ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഞങ്ങൾക്കൊന്നും ആവില്ല. എന്നാൽ ഞങ്ങളെ വിളിച്ചൊരു ദൈവമുണ്ട്, ഞങ്ങളെ പറഞ്ഞയച്ചൊരുവനുണ്ട്, പോക എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ ഞങ്ങൾക്ക് മുമ്പായി ചെല്ലും. അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചാട്ടെ. നിന്റെ രോഗം മാറും. ഞാനല്ല പറയുന്നത്, യേശുവിനോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക. എന്റെ സ്വന്തം ഭക്തി, എന്റെ സ്വന്തം ശക്തി ഇല്ല. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തന്മാരാക്കി. ആ അധികാരത്തിൽ പറയുന്നു, നിന്റെ രോഗത്തിന് യേശുവിന്റെ നാമത്തിൽ അവനെ ആരോഗ്യം, അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ രോഗബന്ധനങ്ങൾ അഴിയും. ഞങ്ങളിലല്ല, കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. യേശുവിന്റെ കരുണ വ്യാപരിക്കുന്നു. അവൻ നിന്റെ അര കെട്ടുന്നു, നിന്നെ അവൻ ശക്തീകരിക്കുന്നു. ആമേൻ. സ്തോത്രം. ദാസന്മാർക്കൊരു വാഗ്ദത്തം നൽകട്ടെ. സ്നാനപ്പെട്ട് ശരീരത്തിന്റെ അവയവങ്ങളെ അടിമകളായി സമർപ്പിച്ച ദാസന്മാരെ, അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ ആരാധിക്കുന്ന ദാസന്മാരെ, മെൽക്കിസേദക്കിന്റെ ക്രമത്തിൽ ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ, നിങ്ങൾക്കൊരു വാഗ്ദത്തം. യെശയ്യാ 41:8 മുതൽ 10 വരെ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വായിച്ചാൽ മതി. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. എന്റെ ദാസനായ, എങ്ങനെ വിളിക്കുന്നുണ്ട്, എന്റെ ദാസൻ. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയിൻ കരങ്ങളോട് നിന്നെ ശക്തീകരിക്കും, നിന്നെ സഹായിക്കും, നിന്നെ ബലപ്പെടുത്തും, നിന്നെ വിടുവിക്കും, നിന്നെ സൗഖ്യമാക്കും. നിന്നോടും ഇന്നോതിടുന്നു ഞാൻ.
നീതിൻ കരങ്ങളോ താങ്ങും നിശ്ചയവും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നീതിൻ കരങ്ങളോ താങ്ങും നിശ്ചയം ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നീതിൻ കരങ്ങളോ താങ്ങും നിശ്ചയവും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നീതിൻ കരങ്ങളോ താങ്ങും നിശ്ചയവും. ഹല്ലേലൂയ. പെന്തക്കോസ്ത് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടി വരുമ്പോൾ കലപില പറയും, ഡ്രമ്മടിക്കും. ഇതാണോ പെന്തക്കോസ്ത്? അല്ല, അതിമഹത്തായ ഒരു ജീവിതമാണ്. അതിന്റെ വിവിധ തലങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഭാഗ്യകരമായ ജീവിതം നമ്മൾ എത്ര സന്തോഷമായി ഈ യാത്ര തുടരണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് അവസാനമായി ദൈവം നമ്മൾ എന്തിനാണ് അരകെട്ടുന്നത്? നമ്മൾ വായിച്ച വാക്യം സങ്കീർത്തനം 18-ാം സങ്കീർത്തനം 39-ാം വാക്യം വായിക്കാം. 18-ാം സങ്കീർത്തനം 39-ാം വാക്യം. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നോട് എതിർത്തവരെ എനിക്ക് കീഴാക്കിയിരിക്കുന്നു. വായിക്കും. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന്. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന്. നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. മതി. അയൽക്കാരെ കുറിച്ചല്ല, അയൽവക്കത്തെ മാത്തനെ കുറിച്ചോ മറിയാമയെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? എഫേസ്യലേഖനം 6-ാം അധ്യായം. യുദ്ധത്തിനായി ദൈവം നമുക്ക് ശക്തി കൊണ്ട് അരമുറുക്കി. നമുക്ക് ആരോടാണ് പോരാട്ടമുള്ളത്? ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, ആനയോടും ആടിനോടുമല്ല. എനിക്ക് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമാണ്. അവയോടാണ് പൊരുതേണ്ടത്. നിന്നെ കൊണ്ട് കഴിയുമോ? ആ അന്ധകാര ശക്തികളോട് പോരാടുവാൻ നിനക്ക് കഴിയുമോ? നിനക്ക് സാധിക്കുകയില്ല. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കുകയില്ല. എന്നാൽ യുദ്ധത്തിനായി അവൻ നമ്മുടെ അരകെട്ടും. നീ ജയിക്കും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ക്രൂശിൽ യേശു, ഞാൻ ഒരിക്കലും ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു പാമ്പ്, പക്ഷേ ഭാഗ്യത്തിന് കവറിനകത്താണ്. ആ കവറിനകത്ത് കിടന്നവൻ കാണിക്കുന്ന പരാക്രമം ഞാനങ്ങ് പേടിച്ചു. ദൈവമേ, ഇത് ഈ കവറിൽ നിന്ന് ചാടിയാൽ എന്റെ കഥ കഴിഞ്ഞു. പേടിച്ചിരുന്നപ്പോൾ ഞാൻ പോയി കവർ തുറന്നു. ഞാൻ നോക്കിയപ്പോ പാവപ്പെട്ട പാമ്പിന് തലയില്ല. ഇത് വെച്ചുകൊണ്ടാണോ നീ ഇത്ര എന്നെ വിരട്ടിയത്? ഈ തലയില്ലാത്തതാണോ നീ എന്നെ വിരട്ടിക്കൊണ്ടിരുന്നത്? കാൽവറിയിൽ പിശാചിന്റെ തലയവൻ തകർത്തു. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ഞാൻ ചില ആത്മാക്കളെ കുറിച്ച് പറയാം. ഇന്ന് ലോകത്തിൽ പോരാടുന്ന ചില ആത്മാക്കളുണ്ട് നമുക്ക് വിരോധമായി. ദൈവത്തിന് സ്തോത്രം. 1 അശുദ്ധാത്മാവ്, 2 ഭോഷ്കിന്റെ ആത്മാവ്, 3 ദുഷ്ടാത്മാവ്, 4 രോഗാത്മാവ്, അല്ലെങ്കിൽ രോഗാത്മാവ് എന്ന് മലയാള ബൈബിളിൽ ബലഹീനതയുടെ ആത്മാവ്. ഈ 4 ആത്മാക്കളെ ജയിക്കണം. ഞാൻ പറയുന്നത് ഒരൽപ്പം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ അശുദ്ധാത്മാവ്, ഈ വ്യാജാത്മാവ്, ദുഷ്ടതയുടെ ആത്മാവ്, ബലഹീനതയുടെ ആത്മാവ്, ഈ ആത്മാക്കളെ ജയിക്കണം. ഓരോ ആത്മാവിനെയും ജയിക്കുവാൻ നമ്മൾ ആരാകണം? നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? നമ്മൾ അവനെ എന്തുകൊണ്ടാണ് ജയിക്കേണ്ടത്? നമുക്ക് ശ്രദ്ധയോടിരിക്കാം. 1 അശുദ്ധാത്മാവ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മൊബൈലും ഇന്റർനെറ്റും അത് കേൾക്കുമ്പോഴേ നിങ്ങൾ എന്തിക്കും? പഴഞ്ചനപ്പച്ചൻ അല്ലേ? പഴഞ്ചനപ്പച്ചൻ. ജെൻസി പിള്ളേരൊക്കെ പറയും, വന്നു ഇന്റർനെറ്റിൽ കയറി പിടിച്ചു ഇല്ലേ? ഞാനതൊന്നും പറയുന്നില്ല. ഇന്റർനെറ്റ് ആകട്ടെ, സിനിമയാകട്ടെ, മുൻകാലങ്ങളിലുള്ള ബാലയാകട്ടെ, നാടകമാകട്ടെ, അതിനു മുമ്പുള്ള തെരുവ് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. എന്താണത്? മനുഷ്യനെ അശുദ്ധനാക്കുക. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അശുദ്ധികളും മ്ലേച്ഛതകളും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ദുഷ്ടാത്മാക്കളുണ്ട്. മീഖാപ്രവചനത്തിൽ കാണുന്നുണ്ട്, സിയോൻ പുത്രി മലിനയാകട്ടെ, ഞങ്ങളുടെ കണ്ണ് കണ്ടത് രസിക്കട്ടെ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവൻ പാപമാകുന്ന ചേറ്റുകുഴിയിൽ കിടന്ന് നുളച്ചു പുരയ്ക്കുന്നത് കാണുമ്പോൾ ദുഷ്ടാത്മാക്കൾ അർമാദിക്കും. അതാണ് അശുദ്ധാത്മാക്കൾ. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ അശുദ്ധ ചിന്തകൾ വരുന്നത്. മർക്കോസ് 1:22-23 അവിടെ കാണുന്നുണ്ട്, ഒരു അശുദ്ധാത്മാവ് യേശുവിനെ കണ്ട് നിലവിളിച്ചു. എന്താണ് നിലവിളിക്കാൻ കാരണം? ഇപ്രകാരം പറഞ്ഞു, യേശുവേ, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധാത്മാക്കൾ പരിശുദ്ധനെ കാണുമ്പോൾ ഭയപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഈ അശുദ്ധാത്മാക്കൾ
നമ്മളിൽ ജഡമുണ്ട്, ശരീരമല്ല, നമ്മളിൽ ഒരു ജഡമുണ്ട്. ആ ജഡം മോഹങ്ങളാൽ, മുൻപേ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു പഴയ മനുഷ്യനുണ്ട് എന്നിലും നിങ്ങളിലും. നമ്മളതിനെ മരിപ്പിക്കണം. ആ മലിനമോഹങ്ങളാൽ, നമുക്ക് വായിക്കാം 2 പത്രോസ് 2:9, മലിനമോഹം കൊണ്ട് നമ്മുടെ ഉള്ളിൽ മോഹം ജനിപ്പിക്കുന്ന ദുരാത്മാക്കൾ അശുദ്ധ മോഹങ്ങളെ കൊണ്ടുവരും. അത് നമ്മുടെ ജഡത്തെ മലിനമാക്കുവാൻ. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ആളുകൾ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് ജഡത്തെ അശുദ്ധമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമുക്കെന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് വിശുദ്ധിയുടെ ആത്മാവാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. യേശുവിലൊരു വിശുദ്ധി ഉണ്ടായിരുന്നു. റോമാലേഖനം 1:5 വായിച്ചേ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട്. അശുദ്ധി നിറഞ്ഞ ലോകം. യൗവനക്കാരെ, നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ അശുദ്ധിയുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ മാത്രമല്ല, ഏത് കാലയളവിലും അശുദ്ധി ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ വ്യാപനശേഷി കൂടിയെന്നേ ഉള്ളൂ. ഭയപ്പെടരുത്. നിങ്ങളെ സഹായിക്കാൻ വിശുദ്ധിയുടെ ആത്മാവുണ്ട്. നിങ്ങൾ ആത്മാവിൽ നിറയുമ്പോൾ വിശുദ്ധിയുടെ ആത്മാവിനായി കരയുവിൻ. വിശുദ്ധിയുടെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ അശുദ്ധിയെ ജയിക്കും. അവൻ നിങ്ങളെ ശക്തി കൊണ്ട് അരമുറുകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധിയുടെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ആരായി മാറുന്നു ശ്രദ്ധിക്കണമേ. ആ വിശുദ്ധിയുടെ ആത്മാവ് ആദ്യം നമ്മെ കർത്താവിന്റെ ഭാര്യയാക്കി മാറ്റുന്നു. പിന്നീട് ആ വിശുദ്ധി നമ്മെ കർത്താവിന്റെ മണവാട്ടിയാക്കി മാറ്റുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച് അവളുടെ മനസ്സ് വഷളാക്കിയതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളാകുമോ? എന്നാൽ ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് യേശുവിൽ ഏകാഗ്രമാക്കാം. നിങ്ങൾ പറയണം, എനിക്കൊരു കാന്തനുണ്ട്, ഞാൻ മലിനപ്പെടരുത്, ഞാൻ അശുദ്ധനാകരുത്. എന്തുകൊണ്ട്? ഇന്ന് അവന്റെ കാന്തയായ ഞാൻ ഒരു നാളിൽ വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച് മണവാട്ടിയായി തീരും. അന്ന് എനിക്ക് എന്ത് കിട്ടും? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം തന്റെ ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടി. ഞാൻ നിങ്ങളും മണവാട്ടിയായി മാറി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ സ്വന്തമാക്കി അവിടെ വാഴും. അതിന് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കണം. സുവിശേഷത്തിന്റെ സമഗ്രത, സുവിശേഷത്തിൽ ഇതെല്ലാം ഉണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കേട്ടുപോവുകയില്ല. അശുദ്ധാത്മാക്കൾ ലോകത്തിലുണ്ട്. നീ ഭയപ്പെടരുത്. ദൈവം നിനക്ക് വിശുദ്ധിയുടെ ആത്മാവിനെ തരും. നീ ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവിന്റെ കാന്തയാ, എന്റെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്നിൽ നിന്ന് പോകരുത്. അപ്പോൾ നിനക്കെന്ത് സംഭവിക്കും? നിനക്കൊരു വിശുദ്ധ നഗരം അവകാശമായി കിട്ടും. എന്നാൽ മ്ലേച്ഛതയും അശുദ്ധിയും പ്രവർത്തിക്കുന്നവരാരും അവിടെ കടക്കുകയില്ല. യാതൊരു അശുദ്ധിയും മ്ലേച്ഛതയും ഉള്ളവൻ. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവിൽ ജീവിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ദൈവമേ, എനിക്ക് വിശുദ്ധിയുടെ ആത്മാവിനെ തരണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഈ സുവിശേഷയോഗം എന്തിനാ? നിങ്ങൾ എല്ലാവരും തികഞ്ഞ വിശുദ്ധരല്ല, ഞാൻ തികഞ്ഞ വിശുദ്ധനല്ല. എന്നാൽ ഈ സുവിശേഷം നിങ്ങളുടെ അരകെട്ടുകയാണ്. എന്നതിനു വേണ്ടി ഒരു ഭാര്യയുണ്ട്. അവൾ എന്ത് ചെയ്യുന്നു? അവൾ തന്റെ അരമുറുക്കുന്നു. സദൃശവാക്യം 31 ഒരു ഭാര്യയെ കാണാം. തന്റെ ഭർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കേണ്ടതിന് അവൾ ശക്തി കൊണ്ട് അരമുറുക്കുന്നു. സദൃശവാക്യം 31:17 അവിടെ ഒരു ഭാര്യയെ കാണാം, സാമർത്ഥ്യമുള്ള ഭാര്യ. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും. സാമർത്ഥ്യമുള്ള ഭാര്യ. അവൾ വിശുദ്ധിയുടെ ആത്മാവിനാൽ അരമുറുക്കും. അവൾ മനസ്സിൽ തീരുമാനിക്കും. ദാനിയേൽ പറഞ്ഞതുപോലെ, യോസേഫ് പ്രവർത്തിച്ചതുപോലെ ഞാൻ അശുദ്ധനാകയില്ല. നമുക്ക് വിശുദ്ധിക്കായി ഇതായില്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ മണവാട്ടിയായി വാഴാം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം നിങ്ങൾക്ക് തരുന്ന. ഞാൻ ആരംഭത്തിൽ പ്രത്യാശ എന്ന് പറഞ്ഞെങ്കിലും ആരംഭത്തിൽ അതിന്റെ അർത്ഥതലങ്ങളിൽ പോയില്ല. ഇപ്പോൾ പറയുന്നു, നിങ്ങൾക്ക് ദൈവം എന്ത് തരും? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം തരും. അടുത്തത് നമുക്ക് രഥമായി പോരാടുന്നത് 1 രാജാക്കന്മാർ 22:22 ഭോഷ്കിന്റെ ആത്മാവ്.
ഇന്ന് ലോകത്തിൽ ഈ ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ, ടെലിഗ്രാമിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഭോഷ്കങ്ങ് വ്യാപരിക്കുകയാണ്. കള്ളങ്ങളങ്ങ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ വീഡിയോ നിങ്ങൾ കാണുന്നു, ഫേക്കാണത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ് ഫേക്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് എന്തും പറയിപ്പിക്കാം, എന്നെ കൊണ്ട് എന്തും ചെയ്യിക്കാം. എന്റെ ശരീരത്തെയല്ല, ഞാൻ എങ്ങനെ ചെയ്യുന്ന വീഡിയോ, എന്റെ ഇതേ ശബ്ദത്തിൽ ഞാൻ നാളെ ഒരു സിനിമാ പാട്ട് പാടുന്ന ഒരു വീഡിയോ വന്നാൽ അതിശയിക്കരുത്. ഞാനല്ല കേട്ടോ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച്, ഡീപ് ഫേക്ക് ഒക്കെ ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിക്കുന്ന വീഡിയോ ആയിരിക്കും. ഇന്ന് വ്യാജത്തിന്റെ ലോകമാണ്. ഭോഷ്കിന്റെ ആത്മാവ് സഭയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ശ്രദ്ധിക്കണമേ. ഇത് നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എന്താണ് ഈ ഭോഷ്ക്? അതിന് മൂന്ന് ലെവൽ ഞാൻ പറയാം. ഒന്ന്, ആത്മീകമായി നിങ്ങളെ പഠിപ്പിക്കുന്ന സത്യങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ വെറുതെയാ, അതെല്ലാം വെറുതെ. അങ്ങനെയല്ല. ഈ ഒറ്റവാക്കിൽ അതാണ് ഭോഷ്കിന്റെ ആത്മാവിന്റെ ഒന്നാമത്തെ പ്രവൃത്തി. പിശാചിനൊരു പേരുണ്ടല്ലോ. എന്താണ് ആ പേര്? അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ അർത്ഥം, അവൻ എന്റെ അടുക്കൽ വന്നാൽ, ഞാൻ അവന്റെ കൂടെ കൂടിയാൽ എന്നിൽ ഭോഷ്ക് ജനിക്കും. മനസ്സിലാവും? അതിനൊരു ഉദാഹരണം പറയാം. ഹവ്വായുടെ അടുക്കൽ സാത്താൻ പോയി. കാഷ്വലായിട്ടൊരു സംസാരം. വായെടുത്തപ്പോൾ അവരൊരു കള്ളമങ്ങ് പറഞ്ഞു. അവളങ്ങ് കള്ളം പറഞ്ഞു. ആരാണ് ഈ കള്ളം അവളിൽ ജനിപ്പിച്ചത്? അവളോട് സംസാരിച്ച ഈ പഴയ പാമ്പാണ്. അവൾ എന്ത് പറഞ്ഞു? തോട്ടത്തിലെ വൃക്ഷഫലമെല്ലാം തിന്നാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. തുടരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കൈന്നിട്ട് പറഞ്ഞതാ. നുണയന്മാരുടെ കൂടെ കൂടിയാൽ നീ നുണ പറയും. ഭോഷ്ക് പറയുന്നവരുടെ കൂടെ കൂടിയാൽ നീ ഭോഷ്ക് പറയും. ഭോഷ്ക് കേൾക്കാൻ നീ ആഗ്രഹിച്ചാൽ നീ അതിൽ പങ്കാളിയാകും. എല്ലാം വെറുതെ. സാത്താൻ അവളോട് പറഞ്ഞു, വെറുതെയാ. നീ മരിക്കുമെന്ന് പറഞ്ഞില്ലേ? വെറുതെയാ. പുനരുത്ഥാനം വെറുതെയാണ്. കർത്താവ് വേഗത്തിൽ വരും, വെറുതെയാണ്. രോഗശാന്തി, വെറുതെയാണ്. ശരീര രൂപാന്തരം വെറുതെയാണെന്നേ. നീ എന്ത് പറയണം? ഞാൻ അതെല്ലാം സത്യമാണ് ഒന്ന് പറയാമോ? രോഗശാന്തി പറഞ്ഞാട്ടെ, അത് സത്യമാണ്. വിശുദ്ധ ജീവിതം, അത് സത്യമാണ്. കർത്താവിന്റെ വരവ് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, യേശു വരും, വേഗത്തിൽ വരും, അത് സത്യമാണ്. എന്റെ ശരീരം രൂപാന്തരപ്പെടും, അത് സത്യമാണ്. ഒന്നും വെറുതെ ഇല്ല. ഭോഷ്കിന്റെ ആത്മാവ് പറയും, സഭയിൽ വിശ്വാസികൾ എന്ന് പറയും, വെറുതെയാന്നേ ഈ രോഗശാന്തി എന്നും പറഞ്ഞിരിക്കുന്നത്, വെറുതെയാ. കർത്താവ് വേഗത്തിൽ വരും. ഒരാള് പറയുന്നത് കേട്ടു. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരാള് തന്റെ കുട്ടികളോട് പറഞ്ഞു, കർത്താവ് വരും എന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. വേഗം വരും എന്ന് പറഞ്ഞത് വെറുതെയല്ല, വരുമെന്ന് പറയുന്നത് വെറുതെയാ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഇടയിൽ ഭോഷ്കിന്റെ ആത്മാവുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്തത്, ഈ ഭോഷ്കിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? സത്യം പറയേണ്ടടുത്ത് സത്യം പറയാതെ കള്ളം പറഞ്ഞ് സുഖിപ്പിക്കുന്നത് ഭോഷ്കിന്റെ ആത്മാവാണ്. അത് ശുശ്രൂഷകരിലും വരാം. ഇരമ്യാവിനൊരു പ്രവാചകനുണ്ട്. സത്യം പറയാൻ വിളിക്കപ്പെട്ടവനാണ്. അവൻ അത് നിമിത്തം അനുഭവിച്ച കഷ്ടങ്ങൾ എത്ര. എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ഇവൻ മാത്രം പറയും നിങ്ങൾക്ക് യുദ്ധം നേരിടും. എല്ലാവരും പറയും ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ബാബേലിനെ തോൽപ്പിക്കും. ഇവൻ മാത്രം പറയും നിങ്ങൾ ബാബേലിനോട് തോക്കും, നിങ്ങൾ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടി വരും. ഒഴുക്കിനൊത്ത് നീന്തുക. എഴുന്നേറ്റ് നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിച്ച് മലമറിച്ചിങ്ങ് തരും. എപ്പോഴും പറയും നിന്റെ കഷ്ടത തീർന്നു പോയി. ഇല്ല, അത് പറയേണ്ടെന്നില്ല. അത് പറയാൻ ദൈവം പറഞ്ഞാലേ പറയാവൂ. സമാധാനമില്ലാതിരിക്കെ നിങ്ങൾക്കാരെയാണ് ഇഷ്ടം? നിങ്ങൾക്ക് കള്ളപ്രവാചകന്മാരെയാണ് ഇഷ്ടം. എന്തുകൊണ്ട്? അവർ നിങ്ങളെ സുഖിപ്പിക്കും. നല്ലൊരു ഉദാഹരണമുണ്ട്. ഭോഷ്കിന്റെ ആത്മാവ്. ആഹാബിന്റെ പ്രവാചകന്മാരിൽ ഭോഷ്കിന്റെ ആത്മാവ്. ആഹാബ് ചോദിച്ചു, യുദ്ധത്തിന് പോയാൽ ജയിക്കുമോ? അവരുടെ മുമ്പിൽ മറ്റു ഓപ്ഷനൊന്നുമില്ല, നീ ജയിക്കും. എന്താണ്? അതൊരു ലാഭക്കച്ചവടമാണ്. എന്താണ് ലാഭം? ജയിച്ചു വന്നാൽ പ്രതിഫലം കിട്ടും, ജയിച്ചില്ലെങ്കിലോ തിരിച്ചു വരത്തില്ല. കിട്ടിയത് ലാഭം. ഇപ്പോ ആഹാബിനോട് പറയുന്നു നീ ജയിക്കും. അപ്പൊ അവൻ കുറെ കാശെടുത്തങ്ങ് കയ്യിൽ കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഒരു പ്രവചനം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതാ നിന്റെ ശാപമെല്ലാം മാറി, ദൈവം നിനക്ക് അനുഗ്രഹത്തിന്റെ നിറകുടം വെച്ചിരിക്കുകയാണ്, നിങ്ങൾ കുറച്ച് കാശ് എന്റെ കയ്യിൽ തരും.
എനിക്കെന്താ വേണം? അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ സത്യം പറയേണ്ടടുത്ത് സത്യം പറയാതെ ഫോഷ്ക്ക് പറഞ്ഞ് സുഖിപ്പിച്ചിട്ട് പോകുന്നത്, നിങ്ങൾ സഭയിൽ അങ്ങനെയുള്ളവരെ പ്രതീക്ഷിക്കരുത്, അങ്ങനെയുള്ളവരെ നിങ്ങൾ ആഗ്രഹിക്കരുത്. അവർ സത്യം കേൾക്കുവാൻ ഇഷ്ടപ്പെടാതെ പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായോ? സത്യം പറയുന്നവൻ ശത്രുവാകുന്ന ഒരു കാലത്തിൽ ദൈവത്തിന് സ്തോത്രം. അപ്പോ എന്തായാലും അവൻ പോയി തിരിച്ചു വന്നൊന്നുമില്ല. എന്നാൽ ഒരു റിസ്ക് എടുത്ത ഒരാളുണ്ട്, മീഖായാവ്. അവൻ റിസ്ക് എടുത്തു. സത്യം പറയുക എന്നുള്ളത് ഒരു റിസ്ക്കാണ്. സുഖിപ്പിച്ചു വിടാൻ റിസ്കില്ല. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ? കോതമ്പ് എന്ന് പറയുന്നത് സത്യമാണ്. വൈക്കോൽ എന്ന് പറയുന്നത് നിങ്ങളെ സുഖിപ്പിക്കുന്ന വ്യാജമാണ്. നിങ്ങളെ രസിപ്പിക്കുന്ന പ്രസംഗം നിങ്ങൾ കേൾക്കരുത്. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് കേൾക്കാൻ ഇൻപമുള്ള രസമുള്ള പ്രസംഗം, അതല്ല ഇഷ്ടപ്പെടേണ്ടത്. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിങ്ങൾ അകപ്പെടും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം. അവർ സത്യത്തെ സ്നേഹിച്ചിട്ട് അതിനെ കൈക്കൊള്ളാതെ, സ്നേഹിക്കാതെ കൈക്കൊള്ളാതെ ഫോഷ്കിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ പോകും. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കണം. അടുത്തത് എന്താണ് ഈ ഫോഷ്കിന്റെ ആത്മാവ് ചെയ്യുന്നത്? സത്യോപദേശങ്ങൾക്ക് പകരം ലഘുവായ വ്യാജമായ വിപരീത ഉപദേശങ്ങൾ സഭയിൽ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെപ്പോഴും സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. യൂട്യൂബിൽ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് ഈ കർണരസമാകുമാർ തമിഴിൽ ഇങ്ങനെയാണ്, അവർകൾ സെവിത്തിടമുള്ളവർകളാകി. പണ്ട് കാലത്ത് ഈ ജോൺസൺ ബട്ട്സൊക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? കോഴിയുടെ തൂവലെടുത്ത് പിരിച്ച് ചെവിക്കകത്തിട്ട് ഇങ്ങനെ പിരിക്കും. അത് ഇങ്ങനെ പിരിക്കുമ്പോൾ ഏതോ കഞ്ചാവടിച്ച് രസിക്കുന്നത് പോലെ ഒരു ഇരിപ്പുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലെ? കോഴിത്തൂവൽ ഇങ്ങനെ കയറ്റി ഇങ്ങനെ രസിച്ച് ഇങ്ങനെ ഒരു കാലമുണ്ടായി. ചിലർക്ക് സുവിശേഷം ഇങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം. കുറെ തമാശകൾ, കുറെ കളികൾ, എന്തൊക്കെയോ പറഞ്ഞ് രസിപ്പിച്ചു വിടുക. ഇല്ല, സത്യം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ സത്യത്തിന് വേണ്ടി ആഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫോഷ്ക്ക് എല്ലാം വെറുതെ എന്ന് പറയും. പിന്നെ സത്യം പറയേണ്ടടുത്ത് അത് പറയാതെ, പറയേണ്ടടുത്ത് എല്ലാ സത്യവും എല്ലായിടത്തും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. പറയേണ്ടടുത്ത് പറയേണ്ട സത്യം പറഞ്ഞില്ലെങ്കിൽ ശിക്ഷാവിധി വരും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് എന്താണ്? വ്യാജോപദേശം, വിപരീത ഉപദേശം. കൃപയാൽ ദൈവം എന്നെയും നിങ്ങളെയും സിയോനിൽ നിന്ന്, ഞാനിപ്പോൾ ഈ പറഞ്ഞതൊന്നും ഞാൻ പഠിച്ചതല്ല, എന്നെ ദൈവവും വിശുദ്ധന്മാരും പഠിപ്പിച്ചതാണ്. ഇത് സിയോനിൽ നിന്നുള്ള ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എന്തിനാണ് പോരാടേണ്ടത്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങളെല്ലാ ജ്ഞാനത്തോടും പ്രബോധിപ്പിച്ചുകൊണ്ട് അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ്, അതിനാണ് ഞങ്ങൾ പോരാടുന്നത്. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നവരല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യത്തെ സ്നേഹിക്കണം. അതിനാണ് സത്യത്തെ അരക്കി കെട്ടണം. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു 1:17, നീ അരകെട്ടണം. എന്തുകൊണ്ട്? നിന്റെ ചുറ്റിനും എല്ലാവരും ഭോഷ്ക് പറയുമ്പോൾ, എല്ലാവരും ധനസമൃദ്ധിയുടെ സുവിശേഷം പറയുമ്പോൾ, പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുമ്പോൾ, യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ കിട്ടുമെന്ന് പറയുമ്പോൾ, നീ ഒഴുക്കിനെതിരെ നിൽക്കാൻ നീ അരകെട്ടി നിൽക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് എന്റെ സഹോദരന്മാരെ അഭിനന്ദിച്ചു. എല്ലാവരും ജനങ്ങളെ രസിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന പ്രസംഗം പറയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ധനത്തെക്കുറിച്ച്, ഉടനാവട്ടത്ത് ക്രിസ്തുവിന്റെ ധനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. പിറ്റേ ദിവസം ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഇതാണ് പറയേണ്ടത്. യേശു എന്തൊക്കെ തരുമെന്ന് പറയുകയില്ല, അതൊരു പ്രലോഭനമാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രസംഗം പറയുക. ഇഷ്ടപ്പെടുന്നതല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളോട് എന്തു പറയണമോ അതാണ് ഞങ്ങൾ പറയേണ്ടത്. ഫോഷ്കിന്റെ ആത്മാവ് അതിനെ സത്യത്താൽ ജയിക്കണം. അപ്പോൾ സത്യത്തിന്റെ ആത്മാവ് വരും, ഞങ്ങളെ ബലപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് കിട്ടും? സത്യത്തിൽ ജീവിച്ചാൽ സെക്കര്യാവ് 8:3 നിങ്ങൾക്ക് സത്യനഗരം ലഭിക്കും. നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പുതിയ യെരൂശലേം എന്ന സത്യനഗരം. അതാണ് നിങ്ങളുടെ അവകാശം. നിങ്ങൾ സത്യത്തെ അരക്കി കെട്ടിക്കൊള്ളണം. എന്താണ് അതിന്റെ അർത്ഥം? ഏത് സമൂഹത്തിലും, ഏത് സ്ഥാനത്തിലും,
ഏത് മനുഷ്യരുടെ ഇടയിലും ഞങ്ങൾ നിവർന്നു നിൽക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഞങ്ങൾക്ക് ഈ ഉപദേശത്തെ കുറിച്ച് ലജ്ജയില്ല, സംശയം ലവലേശമില്ല. ഇത് ശരിയായ ഉപദേശമാണോ? ഇല്ല. എന്തുകൊണ്ട്? യേശുനാഥൻ വിളിച്ച് ഞങ്ങളെ കൈക്ക് പിടിച്ച് ഈ ശുശ്രൂഷയിൽ കൊണ്ടുവന്നാക്കി ഇത് പ്രസംഗിക്കാൻ പറഞ്ഞതാണ്. സത്യമുള്ളവൻ എവിടെയും നിവർന്നു നിൽക്കും. സത്യമുള്ളവന് എവിടെയും കൂസേണ്ടതില്ല. എന്റെ മക്കൾ, സത്യം ദൈവം ഏൽപ്പിച്ചു. സത്യം ലഭിക്കുമ്പോൾ നിങ്ങൾ ആരായി മാറും? നിങ്ങൾ സാക്ഷികളായി മാറും. വിശുദ്ധി വരുമ്പോൾ നിങ്ങൾ മണവാട്ടിയായി മാറും. സത്യം ലഭിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളായി മാറും. യേശു പറഞ്ഞു, അവൻ നിങ്ങൾ എന്ത് ചെയ്യും? യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എല്ലായിടത്തും സാക്ഷികളായി തീരും. ദൈവജനമേ, ഒരു നിമിഷം കരമുയർത്തുക. എന്തിനാണ് കരമുയർത്തിയത്? നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണോ? സത്യത്തിന്റെ ആത്മാവുണ്ടോ? നിങ്ങൾ എല്ലായിടത്തും സാക്ഷികളാകണം. സാക്ഷി പറഞ്ഞ സഹോദരൻ പറഞ്ഞില്ലേ, സാക്ഷികളാകണം. ഇത് സഭയിൽ എഴുന്നേറ്റത് സാക്ഷി പറയുന്നതല്ല, എല്ലായിടത്തും അവന്റെ സാക്ഷ്യം വഹിക്കണം. നിന്നിൽ സത്യമുണ്ട്, യേശു എന്ന സത്യം നിന്നിലുണ്ട്, വിശുദ്ധി എന്ന സത്യം നിന്നിലുണ്ട്, പ്രത്യാശയുടെ സത്യമുണ്ട്. നീ സാക്ഷിയായി ജീവിക്കണം. സത്യത്താൽ അരകെട്ടും പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്, അവൻ നിന്റെ അര കെട്ടിയിരിക്കുന്നു. നീ ശക്തി പ്രാപിക്കും, നീ സാക്ഷിയാകും, നിനക്ക് സത്യനഗരത്തിൽ അവകാശം ലഭിക്കും. സത്യത്തിന്റെ ആത്മാവ് നിന്നെ കൂടുതൽ കൂടുതൽ സത്യത്തിൽ വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം. അടുത്തത് നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ദുഷ്ടാത്മാക്കൾ. എന്താണ് ഞാനിത് പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊള്ളണം. ഇന്ന് ലോകം എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്ത് അശുദ്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് എത്ര പോൺ സൈറ്റുകളാണ്, എത്ര അശ്ലീലങ്ങളാണ്, ജഡത്തിന്റെ മ്ലേച്ഛതകളാണ്. അത് സാമാന്യവൽക്കരിക്കപ്പെടുന്നു. ഒരു കാലത്ത് നികൃഷ്ടത എന്ന് കരുതിയത് ഇന്ന് മഴവിൽ, ഞാൻ വിശദീകരിക്കുന്നില്ല, ജൻസി പിള്ളേർക്കൊക്കെ മനസ്സിലാകും. റെയിൻബോ അതൊരു പ്രതീകമാണ്. എന്നാൽ പറഞ്ഞേക്കാം, LGBTQAI+++ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് ഈ മഴവിൽ എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് അശുദ്ധി എന്ന് കരുതിയതിനെ ഇന്ന് സാമാന്യവൽക്കരിച്ചിട്ട് അതിൽ അശുദ്ധി എന്ന് പറയുന്നവനാണ് കുഴപ്പം. അശുദ്ധി എന്ന് പറയുന്നവനാണ് കുഴപ്പം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ അശുദ്ധാത്മാക്കൾ, ഭോഷ്കിന്റെ ആത്മാക്കൾ, ഇന്റർനെറ്റിലൊക്കെ എത്ര കള്ളങ്ങളാണ് വരുന്നത്, എത്ര ഭോഷ്കാണ് വരുന്നത്, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ദുഷ്ടാത്മാവ്, കൊലപാതക വീഡിയോകൾ, ആത്മഹത്യയുടെ വീഡിയോകൾ, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് ഒരാളെ കൊല്ലുവാനോ ഉപദ്രവിക്കുവാനോ. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു. വളരെ വളരെ ക്രൂരമായി, ക്രൂരതയുടെ അങ്ങേയറ്റം. ഒരു കൊച്ചുപയ്യൻ ഒരു പെൺകുട്ടിയോട് ഒരു നിഷ്ഠൂരത ചെയ്തു. ഏതോ വീഡിയോ കണ്ടതാണ്. മനുഷ്യൻ എന്ത് ക്രൂരതയും ചെയ്യുവാൻ മനസാക്ഷിയില്ലാത്തവനാകുന്നു. അങ്ങനെ ഒരു തലമുറ എതിർ ക്രിസ്തുവിന് ആവശ്യമാണ്. അതിനാണ് ഇതെല്ലാം നിങ്ങളെ ഒരുക്കുന്നത്. ദുഷ്ടതയുടെ ആത്മാവ് വ്യാപരിക്കുന്നു. എഫേസ്യർ 6:12 നമ്മൾ വായിച്ചല്ലോ. സഭയിലും പൗലോസ് പറയുന്നു, നിങ്ങൾ അന്യോന്യം കടിക്കുകയോ തിന്നുകളയുകയോ ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ, ഈ ദുഷ്ടതയെ ജയിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്നേഹവും നീതിയുമാണ്. യേശു എല്ലാവരോടും നീതിയോടെയാണ് ഇടപെട്ടത്. അവൻ എല്ലാവരോടും നീതിയോടെയാണ് ഇടപെട്ടത്. പാപിയായ എന്നോട് അവൻ നീതി കാണിച്ചു. അവൻ എന്നോട് അനീതി ചെയ്തില്ല. ഞാൻ പാപത്തിൽ ജീവിച്ച കാലത്ത് നീതിമാൻ എനിക്ക് വേണ്ടി, പാപമറിയാത്തവൻ എനിക്ക് വേണ്ടി, ഞാൻ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ പാപമായി. ആ നീതിയാൽ ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ നിനക്ക് ഇത്രയും വിളച്ചു തന്നെങ്കിൽ നിനക്ക് കൂട്ടുദാസനോട് അല്പം ഒരു നീതി കാണിച്ചുകൂടായോ? നിങ്ങളുടെ ഭാര്യയോട് നീതി പുലർത്തുന്നുണ്ടോ? ഭാര്യയോട് സ്നേഹത്തോടും കരുണയോടും ഇടപെടുവാൻ നിനക്ക് സാധിക്കുന്നു? മാതാപിതാക്കളോടുള്ള നിന്റെ പെരുമാറ്റം നീതിപൂർവമാണോ? നിന്റെ കീഴിലുള്ളവരോട് നീ നീതിയോട് ഇടപെടുന്നു? ഇല്ലെങ്കിൽ നീ ദുഷ്ടനായി മാറും. ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ നീ അകപ്പെടും. കരുണയില്ലാത്ത ന്യായവിധി നിനക്ക് ലഭിക്കും. എന്നാൽ മെൽക്കിസേദക്ക്, നീതിയുടെ ആത്മാവ് അവൻ നമ്മളിലുണ്ട്. നീ ദൈവത്തിന്റെ നീതിയെ ധരിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് യെശയ്യാപ്രവചനം 11:5 തോന്നുന്നു, അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇതാ ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരുത്തൻ മുളച്ചു വരും, അവനിൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, നീതി അവന്റെ നടുക്കെട്ടായിരിക്കും.
നടുക്കെട്ടെന്ന് മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഗേഡിൽ എന്ന് തന്നെയാണ്. അരക്കച്ച, നീതിയാൽ അരകെട്ടിയവൻ. നമുക്ക് നീതിയോടെ ജീവിക്കാം. നിന്റെ അടുക്കൽ ആര് വന്നാലും അവരോട് പറയുന്ന ഓരോ വാക്കും ദൈവനീതിയിലാണോ? നീ അവരോട് ചെയ്യുന്ന ഓരോ പെരുമാറ്റവും ദൈവനീതിയിലാണോ? വേലക്കാർ, ഞാൻ സഭയിലെ ശുശ്രൂഷകനാണ്, എനിക്ക് 4 സഹോദരിമാർ, ഇപ്പൊ 3 ഉള്ളൂ. അവരോടുള്ള എന്റെ പെരുമാറ്റം നീതിപൂർവമായില്ലെങ്കിൽ ഈ കുപ്പായം കൊണ്ട് ഒരു പ്രയോജനമില്ല. ദുഷ്ടദാസനെ തന്നെ വിളിക്കും, ദുഷ്ടദാസനെ തന്നെ വിളിക്കും. അതാണ്, ഞാൻ എത്ര കുപ്പായമിട്ട് എത്ര കാലം വേല ചെയ്താലും നീതിയില്ലാത്ത, കരുണയില്ലാത്ത, സ്നേഹമില്ലാത്തവനായാൽ കരുണയില്ലാത്ത ന്യായവിധിയാണ് എന്നെ കാത്തിരിക്കുന്നത്. ഞാൻ അപ്പോൾ നീതി ലഭിക്കുമ്പോൾ ഞാൻ ആരായി മാറുന്നു? ഞാൻ രാജാവായി മാറുന്നു. നീതി ലഭിക്കുന്നവൻ ആരായി മാറുന്നു? മൽക്കീസേദക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു രാജാവ്, നീതിയുടെ രാജാവ്, നീതിമാനാണ് രാജാവ്. ഒരു രാജാവ് നീതിയോടെ വാഴും. നിങ്ങൾ നീതിയോടെ ജീവിക്കുവിൻ, നിത്യതയിൽ നിങ്ങൾ രാജാക്കന്മാരാകും. അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നിങ്ങൾ നീതിമാന്മാരായി തീരണം, നിങ്ങൾ നീതിമാന്മാരാകണം. നിങ്ങളുടെ ഓരോ പെരുമാറ്റത്തിലും ഇന്നു മുതൽ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഭാര്യയാകാം, നീ തലയാണെന്നും അവൾ ശരീരമാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയുള്ള തലയാണ്? ശരീരത്തിന് വേണ്ടി വിചാരപ്പെടുന്ന തലയാണ്. നീ തല, അവൾ വാലുമല്ല. ദൈവത്തിന് നീ വിചാരപ്പെടണം, നീതി ഉണ്ടാകണം. ശുശ്രൂഷകൻ വിശ്വാസിയോട് നീതി പുലർത്തണം. ഭരണാധികാരി ഭരിക്കപ്പെടുന്നവരോട് നീതി കാണിക്കണം. എന്നാൽ ഇന്നെവിടെയും നീതിയില്ല. ദുഷ്ടതകൾ പെരുകുമ്പോൾ ദൈവജനമേ, നീതിമാന്മാരായി താതന്റെ രാജ്യ സൂര്യനെ പോലെ ശോഭിക്ക വേണ്ടേ നീതിമാന്മാരെ പൊതുഭൂമിയിലും വെളിച്ചങ്ങൾ കൊടുക്കേണ്ട ജ്യോതി പ്രഭകളെ പൊതുഭൂമിയിലും വെളിച്ചങ്ങൾ കൊടുക്കേണ്ട ജ്യോതി പ്രഭകളെ രാജേ സൂര്യനെ പോലെ ശോഭിക്ക വേണ്ടേ രാജേ സൂര്യനെ പോലെ ശോഭിക്ക വേണ്ടേ നീതിമാന്മാരെ പൊതുഭൂമിയിലും വെളിച്ചങ്ങൾ കൊടുക്കേണ്ട ജ്യോതി പ്രഭകളെ പൊതുഭൂമിയിലും വെളിച്ചങ്ങൾ കൊടുക്കേണ്ട ജ്യോതി പ്രഭകളെ ശോഭിക്കുവേ ശോഭിക്കുവേ തേജസ്സോടെ ശോഭിക്കുവേ 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 തേജസ്സോടെ ശോഭിക്കുവേ 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 തേജസ്സോടെ ശോഭിക്കുവേ 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 തേജസ്സോടെ. ശാപനം 32:17. ഒരു രാജാവ് നീതിയോടെ വാഴും. എന്താണ് ആ നീതിയുടെ ഫലം? വായിക്കാം. ഒരു രാജാവ് നീതിയോടെ വാഴും. 17-ാം വാക്യം. നീതിയുടെ പ്രവൃത്തി സമാധാനവും. നീതിയുടെ പ്രവൃത്തി സമാധാനമായിരിക്കും. നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും. നിന്റെ കുടുംബത്തിൽ നീതിയോടെ പ്രവർത്തിച്ചാൽ അവിടെ സമാധാനമുണ്ടായിരിക്കും, ശാശ്വത വിശ്രാമം ഉണ്ടായിരിക്കും. വിശ്വാസ വീട്ടിൽ ഞാൻ കൂട്ടുവേലക്കാരോട് നീതിയോടെ പ്രവർത്തിച്ചാൽ അത് സമാധാന ഭവനമായിരിക്കും, അവിടെ വിശ്രാമം ഉണ്ടായിരിക്കും. നിന്റെ ഓഫീസിൽ നീ നീതിയോടെ പ്രവർത്തിച്ചാൽ അവിടെ സമാധാനമുണ്ടാകും, ശാശ്വത വിശ്രാമം ഉണ്ടാകും. നീ ഒരു രാജാവായിരിക്കും. നീ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. നീതിപുരം നിനക്ക് ലഭിക്കും. നീതിപുരം, ആ നീതിപുരം യാതൊരു അനീതിയും പ്രവർത്തിക്കുന്നവർക്ക് അവിടെ സ്ഥാനമില്ല. അടുത്തത് നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? രോഗാത്മാവ് അഥവാ ബലഹീനതയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഇൻഫേർമിറ്റി. ലൂക്കോസ് 13:11 വാക്യം വായിക്കാം. 13 12 രോഗാത്മാവ് ബാധിച്ചിട്ട് ഏതാ വാക്യം? 13 വാക്യം. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു. സ്ത്രീ, രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും വരുവാൻ കഴിയാതെ അവിടെ 18 സംവത്സരമായി. ഏതാ വാക്യം? 11 വാക്യം. ഞാനതും പറഞ്ഞു.
വായിക്കാം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്നത് അക്ഷരീകമായ രോഗാത്മാക്കളെ കുറിച്ചല്ല. സ്പിരിറ്റ് ഓഫ് ഇൻഫേമിറ്റി, ബലഹീനതയുടെ ആത്മാവ്. ഒരു കാലത്ത് ഉത്സാഹത്തോടെ വിശ്വാസ ജീവിതം തുടങ്ങിയവർ ഇപ്പോൾ ബലഹീനരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ശക്തിയില്ല. എന്താണ് നിന്നെ ബലഹീനനാക്കിയത്? അത് നിന്റെ വിശ്വാസരാഹിത്യമാണ്. നിന്നിലെന്ന് വിശ്വാസം നഷ്ടപ്പെടുന്നു, അന്ന് നീ ബലഹീനനായി മാറും, അന്ന് നീ ദുർബലനായി മാറും. നിന്നിലെന്ന് വിശ്വാസം വരുന്നു, അന്ന് നീ ശക്തനായി മാറും. അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, അവിശ്വാസത്താൽ ക്ഷീണിച്ചു പോയില്ല. അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. വിശ്വാസം നിന്നെ ബലപ്പെടുത്തും. വിശ്വാസമാണ് എന്റെ ബലം. പൗലോസ് പറയുന്നു, നിങ്ങളും പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണ്ടേ? വിശ്വാസ ജീവിതം ശ്രേഷ്ഠമാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നു. ആ വാക്യം പലർക്കും അത്ര പിടികിട്ടിയിട്ടില്ല, എനിക്കും പിടികിട്ടില്ല. എങ്കിലും ഞാൻ ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു, എന്നിട്ടും ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഇങ്ങനെ ഞാൻ നല്ലപോർ പൊരുതോട്ടം തികച്ചു, എന്നിട്ടും ഞാൻ എന്റെ വിശ്വാസം കാത്തു. എന്ന് വെച്ചാൽ എന്റെ വിശ്വാസം എന്നിൽ നിന്ന് അപഹരിക്കുവാൻ ശത്രു പോരാടിയപ്പോൾ ഞാൻ അവനോട് പൊരുത് അവനെ തോൽപ്പിച്ചിട്ട് ഞാൻ എന്റെ ഓട്ടമോടി ലക്ഷ്യത്തിലെത്തിയിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, നിന്റെ വിശ്വാസം ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ശക്തരാണ്. എബ്രായ ലേഖനത്തിൽ ചില ബലവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ നീതി നടത്തി, സിംഹത്തിന്റെ വായടച്ചു, തീയുടെ ബലം കെടുത്തി. എങ്ങനെയാണ്? വിശ്വാസത്താൽ. വിശ്വാസമുള്ളവനാണ് ലോകത്തിൽ ശക്തൻ. ദാവീദ് ഗോലിയാത്തിനേക്കാൾ ശക്തനായത് എന്തുകൊണ്ട്? വിശ്വാസത്താലാണ്. ദാനിയേൽ സിംഹങ്ങളെക്കാൾ ശക്തനായത് എന്തുകൊണ്ട്? വിശ്വാസത്താലാണ്. നാം മരണത്തെ ജയിച്ചുയർക്കും വിശ്വാസത്താൽ. നിങ്ങൾ വിശ്വാസം മുറുകെ പിടിക്കണം, അന്ധമായി വിശ്വസിക്കണം. ഒരു വെള്ളച്ചാട്ടത്തിന്, നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ റോപ്പിൽ കൂടി നടക്കുന്ന സാഹസിക കൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഒരാൾ ആ റോപ്പിൽ കൂടി നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഓഡിയൻസിനോട് ചോദിച്ചു, എനിക്കിനി ഇതുപോലെ ഓടുവാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. എനിക്കൊരാളെ ചുമന്നുകൊണ്ട് പോകുവാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വരാൻ പറഞ്ഞു. ആരും പോയില്ല. വിശ്വാസമുണ്ട്, പോകത്തില്ല. ഇതാണ് വിശ്വാസം. ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഇനി വേറൊരു സംഭവം. ഒരാൾ തോളത്തെടുത്തുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് നോക്കിയപ്പോൾ ആ റോപ്പ്, അതിന്റെ ഇഴ അറ്റുപോകാൻ തുടങ്ങി. അപ്പോൾ തോളിലിരിക്കുന്ന ആളോട് ചുമന്നു കൊണ്ടുപോകുന്ന ആൾ പറഞ്ഞു, താഴെ കണ്ടോ, ഇപ്പോൾ അക്കരെ എത്തണം. നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ ഇല്ല. എന്താണ്? നീ ഇല്ല. നീ എന്റെ തോളത്തുണ്ടെന്ന് നീ ചിന്തിക്കരുത്. നീ ഇല്ല. നീ അനങ്ങരുത്, ചലിക്കരുത്. ഞാനിവിടെ ഇല്ലെന്ന് ചിന്തിച്ചാൽ മതി. അയാൾ അംഗീകരിച്ചു. ഇയാൾ വളരെ സൂക്ഷ്മതയോടെ പോയി. ആ തോളത്തിരുന്നവൻ സ്വയമായി വല്ലതും ചെയ്തിരുന്നെങ്കിൽ അതിവിടെ തകർന്നു പോയനെ. ചിലർ വിശ്വാസ കപ്പൽ തകർന്നുപോയി. എന്താണ് ഈ വിശ്വാസ ജീവിതം നയിക്കാനുള്ള സൂത്രവാക്യം? ഞാനില്ല. ഇനി ജീവിക്കുന്നത് ഞാനല്ല, അവൻ എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കും. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. വിശ്വസിക്കാം. വിശ്വാസത്തിന്റെ ആത്മാവ് വരുമ്പോൾ നീ ആരായിത്തീരുമെന്നറിയാമോ? നീ ദൈവപുത്രനായി മാറും. വിശ്വാസത്താലാണ് നമ്മൾ ദൈവപുത്രന്മാരാകുന്നത്. അബ്രഹാമിന് 2 സന്തതി ജനിച്ചു. ഒന്ന് ജഡത്താൽ ജനിച്ചു, മറ്റൊന്ന് അവന്റെ വിശ്വാസത്താൽ ജനിച്ചു. വിശ്വാസത്താലാണ് ദൈവപുത്രന്മാരാകുന്നത്. മറന്നുപോകരുത്. ഗലാത്യലേഖനം 3:7 കാണുന്നുണ്ട്. അവിടെ മലയാളത്തിൽ മക്കളെന്നേ ഉള്ളൂ, എന്നാൽ അതിന്റെ മൂലഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ മക്കളായി മാറുന്നു. ഗലാത്യർ 3:17. ദൈവത്തിന് സ്തോത്രം. നാം വിശ്വാസത്തിനായി പോരാടണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് അബ്രഹാമിന് മക്കളുണ്ടെങ്കിലും ജഡത്താൽ ജനിച്ചവൻ അവകാശിയായില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിശ്വാസം, ഈ വിശ്വാസ ജീവിതം വ്യർത്ഥമല്ല. എന്താണ് ഈ വിശ്വാസം? നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഒരു അന്തമുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. നിങ്ങൾ
ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും നിങ്ങളുടെ വിശ്വാസത്തിനൊരു അന്തമുണ്ട്. എന്താണത്? ആത്മരക്ഷ എന്നവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം എന്താണത്? അത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ കർത്താവിന് പാപം ചെയ്തപ്പോൾ പുത്രത്വം നഷ്ടപ്പെട്ടു. ശരീരം രോഗത്തിനും മരണത്തിനും അധീനമായി. ആ ശരീരം കർത്താവിന്റെ വരവിൽ രൂപാന്തരപ്പെടുമ്പോഴാണ് പുത്രത്വം ലഭിക്കുന്നത്. ദൈവ പദ്ധതി അവിടെയാണ് നിറവേറുന്നത്. നിങ്ങളും ഞാനും പുത്രത്വം പ്രാപിക്കണം. കണ്ണുകളെ അടയ്ക്കാം. കണ്ണടയ്ക്കാൻ പറഞ്ഞ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാകട്ടോ. പ്രസംഗം നിർത്താനില്ല കണ്ണടയ്ക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് കണ്ണടയ്ക്കാൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ണു തുറന്ന് എന്നെ നോക്കുക. റോമാലേഖനം 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുക. എന്നെ ക്ലോക്ക് പറ്റിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും ആത്മാവിൽ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. വിശ്വാസത്തിന് അന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിന് അന്തമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനീശുവേ, വൻകൃപയാലേ ലോകത്തെ ജയിക്കുക. ലോകത്തെ ജയിച്ച ജയവീരനീശുവേ, വൻകൃപയാലേ ലോകത്തെ ജയിക്കുക. വിശ്വാസത്തിൽ അംഗമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. വിശ്വാസത്തിൽ അംഗമായ രക്ഷ പ്രാപിപ്പാൻ ആത്മശക്തി തന്നെ നിന്നെ കാത്തുകൊള്ളുക. ലോകത്തെ ജയിച്ച ജയവീരനീശുവേ, വൻകൃപയാലേ ലോകത്തെ ജയിക്കുക. 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 Hallelujah, hallelujah, amen, hallelujah, amen, hallelujah, hallelujah. സമർപ്പണ കൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. യുദ്ധത്തിനാദ്യം എന്റെ അരയ്ക്ക് സത്യം കിട്ടിയിരിക്കുന്നു. അരയ്ക്ക് സത്യം കിട്ടിക്കൊള്ളണം. നാം തളർന്നു പോകാതെ, നാം ക്ഷീണിച്ചു പോകാതെ, നമ്മുടെ ഓട്ടോട് ഇഴുവായ്പാൽ അവസാനം വരെ ശക്തിയെ നാം പ്രാപിച്ചുകൊള്ളണം. ഈ ശക്തിയില്ലാത്തവർ വഴിയിൽ തളർന്നു പോകും, വീണു പോകും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവശക്തിയെ സംഭരിപ്പാനായി ഏൽപ്പിച്ചെടുക്കുക. മാനസാന്തരപ്പെടുമ്പോൾ ആ ക്രൂശിന്റെ ശക്തിയാൽ, ആ കാൽവരി ക്രൂശിന് ആ രക്ഷയുടെ ഫലമായിട്ടുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. മാനസാന്തരപ്പെടുമ്പോൾ ആ രക്ഷയുടെ ഉള്ളതായ ആ ശക്തി, സ്നാനമേൽക്കുമ്പോൾ അതിനേറ്റ ശക്തി, അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ അതിനേറ്റ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെതിരായി ഉണ്ടാകുന്നതായ എല്ലാ യുദ്ധങ്ങളെയും ജയിക്കുവാൻ ആ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടുള്ളതല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടും ദുഷ്ടാത്മസേനയോടുമാകുന്നു. നമുക്ക് പോരാടുന്ന എല്ലാ ദുഷ്ടശക്തിയെ ജയിക്കുവാൻ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. ആ ദൈവശക്തിയോട് നാം കടന്നു പോകുന്നെങ്കിൽ നാം തീരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ കണ്ണടയ്ക്കാം. ഒരു പുതിയ ശക്തിയോട് ആഗ്രഹിക്കുകയാണ്. ഈ ബലത്തോട് നമുക്ക് പോകാം. ഒരു പുതിയ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വേണം പോകേണ്ടത്. എല്ലാവരും കണ്ണടയ്ക്കാം, ഒട്ടുമേരിക്കാം. കൃപയെ പ്രാപിക്കാൻ എല്ലാവരും സമർപ്പിച്ചു കൊടുക്കുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് നിന്നും വിജയം നേടുക. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് നിന്നും വിജയം നേടുക. ഈ പാസലം വിട്ട്
നമ്മെ കീഴ്പ്പെടുത്ത ഒരു ശക്തി കഴിയില്ല. ദൈവമേ ബലപ്പെടുത്തിയാൽ അവൾ നമുക്ക് ശരീരത്തൊക്കെയും തരികയാണ്. അയാൾ ബലത്തോടെ പോക, ഈ ബലത്തോടെ പോക, ഈ ശക്തിയെ പ്രാപിച്ചു പോവുക. നമുക്കെതിരായി പോരാടുന്നതായ ആ ദുഷ്ടാത്മാവിനെ, ആ അശുദ്ധാത്മാവിനെ, ആ പോഷ്കിന്റെ ആത്മാവിനെ ഒക്കെ, അശുദ്ധാത്മാവിനൊക്കെ ജയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. ദൈവാത്മാവിനവർക്ക് മാത്രമേ ഈ ദുഷ്ടാത്മാവിനെ ജയിക്കാൻ കഴിയുള്ളൂ. ഈ ബലഹീനത്തിന്റെ ആത്മാവിനെ ജയിക്കാൻ കഴിയുള്ളൂ. ഈ രോഗാത്മാവിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനാ ദൈവകൃപ, ദൈവശക്തി നമ്മളെ മേൽ പകരുവാനായി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ശക്തി കിട്ടിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ, ദൈവം നമ്മെ ശക്തീകരിക്കുവാനായി നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പരിശുദ്ധാത്മപൂരിതരാൽ തിരുഹിതം ചെയ്തിടുവാൻ. പരിശുദ്ധാത്മപൂരിതരാൽ തിരുഹിതം ചെയ്തിടുവാൻ. പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം പകരണമേ. 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 Amen, hallelujah. Shabalagada baladurigada badurhamdirandalaushania. Praise the Lord. Amen, 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 hallelujah. Shabalagaram seviradalachasya. Praise the Lord. Hallelujah. 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 നാം കടന്നു വന്ന സമയം മുതൽ ഇതുവരെ കർത്താവിനെ ശക്തിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ആത്മാവിനോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം സ്വദ്രാം ആത്മാവ് പാടി കർത്താവ് സന്തോഷിപ്പേടയാക്കി തീർത്തതിനാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ജീവനുള്ളതായ അനുഭവ സാക്ഷി, ദിവ്യ രോഗശാന്തി അനുഭവമാക്കിയതായ അനുഭവ സാക്ഷിയെ കർത്താവ് സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 സ്തോത്രം. ദൈവം ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമായി, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്നുള്ളതായ ആ സാക്ഷ്യം കേട്ട എല്ലാവരുടെ ജീവിതത്തിലും ആ വിശ്വാസം വർദ്ധിക്കുകയാക്കണേ. സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ഈ രാത്രികാലം നീ നമ്മൾ സംസാരിച്ചാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം സ്വദ്രാം യുദ്ധത്തിനാ നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്ന വചനത്തെ ആസ്പദമാക്കി രാത്രികാലം നമ്മൾ സംസാരിച്ചാൽ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 നമ്മുടെ സ്വന്തം ശക്തികളിലോ സ്വന്തം ബലം കൊണ്ടോ നമുക്ക് ജയമെടുക്കാൻ കഴിയില്ല. ദൈവം നമ്മെ ശക്തീകരിച്ച് ജയാളികളാക്കി തീർക്കുന്നതിനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 വഴിയിൽ നാം ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടി വിരുദ്ധ ആവശ്യമായ അമിതമായ ശക്തിയാൽ അമിത ബലത്താൽ നമ്മെ നിറയ്ക്കുന്നതിനായി വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 നമുക്കെതിരായി പോരാടുന്ന എല്ലാ ദുഷ്ടാത്മ ശക്തിയെ ജയിക്കുവാൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരും നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒടുവിൽ കർത്താവിൽ അവൻ അമിത ബലത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ജയാളികളാത്തിലും നമ്മെല്ലാം സഹായിക്കണനായ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 ജയാളികളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് എത്രവേ വെളിപ്പെടാൻ പോകുന്നതിനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 അവന്റെ ശക്തിയാൽ നമുക്ക് സൗഖ്യം നൽകുന്നതിനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം സ്വദ്രാം അവന്റെ ശക്തിയാൽ നമുക്ക് വിടുതൽ നൽകുന്നതിനാ സ്തോത്രം ചെയ്യാം. സ്വദ്രാം 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 മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ ദൈവദാസനെ കർത്താവ് ശക്തി ബലപ്പെടുത്തുന്നതിനാ സ്തോത്രം ചെയ്യാം. സ്വത്രം ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്വത്രം സ്തോത്രം ഇപ്പോൾ കടന്നു മക്കളോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം.
സ്വോത്രം. നാളെ പകലുള്ള പ്രാർത്ഥന അനുഗ്രഹിക്കണനായ സ്വോത്രം ചെയ്യാം. നാളെ വരുന്ന സുശരമേറ്റി അനുഗ്രഹിക്കണനായ സ്വോത്രം ചെയ്യാം. സ്വോത്ര ഈ കൺവെൻഷൻ മഹാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണനായ സ്വോത്രം ചെയ്യാം. സ്വോത്രം എല്ലാത്തിലും മഹത്വമാക്കി തീർക്കണനായി സ്വോത്രം. സ്വോത്രം പിതാവാദയത്തിനായി സ്വോത്രം. സ്വോത്രപുത്രനായ യേശു ക്രിസ്തുവിനായി സ്വോത്രം. സ്വോത്രം പരിശുദ്ധാദയത്തിനായി സ്വോത്രം. സ്വോത്രം പ്രാർത്ഥിക്കും. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ ദേശത്തിന് മധ്യേ ഞങ്ങൾക്ക് കടന്നു വരുവാനും ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതിനാൽ, ഞങ്ങളുടെ ദേശത്തെ സ്നേഹിച്ചതിനാൽ ഇങ്ങനെ ഒരു സുവിശേഷ യോഗം തന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ യോഗത്തെ ഇത്രത്തോളം അനുഗ്രഹമാക്കി നടത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ ദൈവസേനയിൽ മുഴങ്കാലുകളെ മടക്കിയ സമയം മുതൽ ഇത്രത്തോളം കർത്താവെ ഓരോ ശുശ്രൂഷകളിലും അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവകൃപയുടെ മഹത്വത്തെ അനുഭവിച്ച് ആരാധിക്കുവാൻ, കർത്താവിന്റെ പ്രത്യാശയെ പുതുക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നലെ രാത്രി കാലം ആത്മാവിൽ പാടി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കി സന്തോഷിച്ച് ബലപ്പെടുവാൻ തക്കവണ്ണം കൃപ ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, കർത്താവ് ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് സാക്ഷിക്കുവാൻ തക്കവണ്ണം കർത്താവെ പിതാസനെ ശക്തീകരിച്ചല്ലോ. ദൈവം ചെയ്ത നന്മകൾക്കായി സ്തോത്രം. ഇനിയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇതുപോലെ ആരെല്ലാം ജീവിതത്തിൽ വേദനയോടുകൂടെ കഷ്ടങ്ങളോടുകൂടെ ഇരിക്കുന്നുവോ അവരുടെ ജീവിതത്തിലെല്ലാം യേശു സൗഖ്യദായകനായി വിടുവിക്കുന്ന ദൈവമായി ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യേ കടന്നു വന്നതിനായി സ്തോത്രം. നീതിമാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ച തിരുവചനത്തിനായി സ്തോത്രം. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു എന്നുള്ള തിരുവചനത്തെ ആധാരമാക്കി അവിടുത്തെ തിരുവചന സത്യങ്ങളെ ഞങ്ങളോട് കർത്താവെ സവിസ്തരമായി പ്രസ്താവിച്ചതിനായി സ്തോത്രം. കർത്താവിന്റെ വചനം എല്ലായ്പ്പോഴും ജീവനുമായും അനുഗ്രഹമായി മാറ്റപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ബലവും വലിപ്പമുള്ള ജാതികളായി വ്യാജാത്മാവിന്റെ ആത്മാവിനെയും കർത്താവെ ദുഷ്ടാത്മാവ്, രോഗാത്മാവ്, അശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ തക്കതായ ശക്തിയെക്കുറിച്ച് ഇന്ന് രാത്രികാലം ഞങ്ങളോട് സംസാരിച്ചല്ലോ. ആ ദൈവിക ശക്തിയെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങൾക്ക് ദാനമായി തന്നതായ ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങൾ പ്രാപിച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ ശക്തി അനുഭവിച്ച്, സ്നാനത്തിന്റെ ശക്തി അനുഭവിച്ച്, ആത്മാവിന്റെ ശക്തി അനുഭവിച്ച്, വിശ്വാസത്തിന്റെ ശക്തി അനുഭവിച്ച്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ക്രൂശിന്റെ സാക്ഷികളായി കർത്താവിന് വേണ്ടി ജീവിക്കുവാനും നല്ല പോർ പൊരുതുവാനും കർത്താവെ നല്ലൊരു അവകാശത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാനും അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം സംസാരിക്കുവാനായിട്ട് അവിടുത്തെ ഭൃത്യനെയും ശക്തീകരിച്ച് അധികാരപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യം നിയമനോട് കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നുവെങ്കിലും പിരിയാത്തവനായ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ഓരോ ദിവസവും നടത്തണമേ. എല്ലാവരുടെയും മടക്കിയ യാത്രയിൽ ദൈവം കൂടെ ഇരിക്കണമേ. ആപത്തുകൾ അനർത്ഥങ്ങൾ കൂടാതെ സൂക്ഷിക്കണമേ. എല്ലാവരെയും സമാധാനത്തോടെ ഭവനങ്ങളിൽ കൊണ്ടെത്തിക്കണം. എല്ലാവിധത്തിലും ഇനിയും സ്വർഗീയ സന്തോഷത്താൽ നിറഞ്ഞ് ഞങ്ങളുടെ രക്ഷകനെ അനുഗമിപ്പാൻ കൃപ നൽകണമേ. തുടർന്നുള്ള യോഗങ്ങൾ അനുഗ്രഹമാക്കി തീർക്കണമേ. സകല വിധത്തിലും അവിടുത്തെ പരിശുദ്ധ നാമം മഹത്വപ്പെടുവാൻ തൃക്കരങ്ങൾ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മഹത്വം അവിടത്തേക്ക് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കണം നല്ല പിതാവേ. സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാദത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോട് സകല വിശുദ്ധന്മാരോടും കടന്നു നിയമങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ മേഘത്തിലും ഒരു ഇരിക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.